ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംബിസിമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു.
ഇൻസ്പെക്ടർ ചേച്ചി ചേച്ചി മിസ്റ്റർ വർമ്മ, നിങ്ങൾ നന്നായി ചെയ്യുന്നത് പെയിന്റിംഗ് ആണെന്ന് ഞാൻ കരുതിയേ. നിങ്ങൾ നാടകത്തിൽ നല്ല മിടുക്കനാണല്ലേ? നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങളാണ് നിങ്ങളുടെ വൈഫിനെ കൊന്നത്. നോ നോ നെവർ. ഞാൻ കൊന്നിട്ടില്ല. അയ്യോ അങ്ങനെയല്ല സർ, അവർ നുണ പറയാ. ചേച്ചീനെ കൊല ചെയ്തത് ഇവരാ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. വിളിച്ചു പറയുന്നേ, ബോധമുണ്ടോ നിനക്ക്? എന്റെ ഏട്ടൻ വളരെ നല്ലവനാ. എന്റെ ചേച്ചിയോട് വളരെ സ്നേഹമായിരുന്നു. അങ്ങനെയുള്ള ചേട്ടൻ എന്റെ ചേച്ചിനെ കൊന്നുവന്നോ? ഇല്ല സർ, ഇവൾ നുണ പറയാ. യു ഷട്ട് അപ്പ്. നിങ്ങൾ പറയൂ. അത് പിന്നെ സർ, ചേച്ചി ഇന്നേതോ ഫംഗ്ഷന് പോവാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, ഇന്ന് ചേച്ചിനെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? എന്തൊക്കെയാണെങ്കിലും ചേച്ചിയുടെ ഭർത്താവ് ഇവിടുത്തെ ഫേമസ് ആർട്ടിസ്റ്റ് അല്ലേ? ചേച്ചി എന്തുകൊണ്ടാ ചേട്ടനെ കല്യാണം കഴിച്ചെന്ന് ഇപ്പഴാ എനിക്ക് മനസ്സിലായേ. നിനക്ക് എന്തറിഞ്ഞൂന്നാ? പിന്നല്ലാതെ, എന്നേക്കാൾ മൂത്തതാണെങ്കിലും ചേച്ചിനെ കണ്ടാൽ അനിയത്തിയാണെന്നേ പറയൂ. ഒന്ന് പോടി. എന്തൊക്കെയാണെങ്കിലും ചേട്ടൻ കലാകാരനാണല്ലോ. ചേട്ടന്റെ സെലക്ഷൻ സൂപ്പർ ആയിരിക്കും. എന്റെ സൗമ്യ, നിനക്ക് നിന്റെ ചേച്ചിയും ഭർത്താവിയും പൊക്കി പറയാന്നല്ലാതെ വേറെ ഒരു പണിയുമില്ലേ? അതെന്താന്നോ? ചേച്ചി ഒരു മിനിറ്റ്. ഹലോ, ഹായ്, ഹൗ ആർ യു? മുതലാളി, ഞാൻ നിങ്ങൾക്ക് നല്ല ചൂട് കാപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. ശോ, പ്രിയതമാ, പ്രണയലേഖനം എങ്ങനെ എഴുതണം? രൂപ, എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ സാരി ഉടുത്തിട്ട് ഇങ്ങനെ പല്ല് ഒളിച്ചോണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കരുതെന്ന്. ഇനിയൊരു തവണ നിന്നെ ഇങ്ങനെ കണ്ടാലുണ്ടല്ലോ. അത് പിന്നെ ചേച്ചി, വേറെ ഒന്നുമല്ല, മുതലാളിക്ക് വേണ്ടി കോഫി. എന്നെ ചേച്ചി എന്ന് വിളിക്കുമ്പോ നിനക്ക് അദ്ദേഹത്തെ ഏട്ടെന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം? അശോ, തെറ്റാണ് ചേച്ചി, തെറ്റാ. നിങ്ങൾ എന്റെ ചേച്ചി ആവുമ്പോ അദ്ദേഹം എങ്ങനെ എന്റെ ഏട്ടനാകും? ഏട്ടൻ എന്ന് വിളിക്കുന്നത് ശരിയല്ലല്ലോ. മോശം. നീ അടുക്കള ചെന്ന് വല്ല പണി ഉണ്ടെങ്കിൽ നോക്ക്. ചെല്ല്. പ്രിയതമനാണ് പോലും. നോക്കിയ ഞാൻ റെഡിയായി. ഏട്ടാ, സ്വന്തം ഭാര്യ ഏട്ടാന്ന് വിളിച്ച വിളിയേക്കില്ല. പക്ഷെ ആ വേലക്കാരി മുതലാളിന്ന് വിളിക്കുമ്പോ മാത്രം കേൾക്കും. അങ്ങനെയൊന്നും ഇല്ല. ഈ പെയിന്റിംഗ് ഞാനിപ്പോ ഫിനിഷ് ചെയ്യണം. ഇപ്പൊ തന്നെ പെയിന്റിംഗ് ചെയ്യണോ? അവിടെ പാർട്ടിയിൽ എല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കാ. പാർട്ടിയോ? എന്തിന്? ദിസ് ഈസ് ടൂ മച്ച് ഏട്ടാ. എന്തിനാണോ ചോദിക്കുന്നത്? ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാ, അത് മറന്നുവല്ലേ? ഓ, ഐ ആം സോറി.
പെയിന്റിംഗ് ചെയ്തോണ്ടിരുന്നപ്പോ മറന്നുപോയി. ഇറ്റ്സ് ഓക്കെ. വേഗം റെഡിയാണേ, നമുക്ക് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. ഐ എം സോറി ഡാ, ഐ കാൻറ്റ് കം. ഏട്ടാ പ്ലീസ് ഏട്ടാ, എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് എനിക്ക് വേണ്ടി പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുക. നമ്മൾ പോയില്ലെങ്കിൽ ശരിയാവില്ല. വന്ന് നമുക്ക് പോയിട്ട് വരാം. ദേവി ഞാൻ പറയുന്ന കേക്ക് സുമ, ഞാനിപ്പോ പെയിന്റിംഗ് ഫിനിഷ് ചെയ്യണം. ഒരു കാര്യം ചെയ്യ്, നീ പോയിക്കോ, ഞാൻ പിന്നാലെ വന്നേക്കാം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഇത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി പാർട്ടിയാ. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോവാനാ? നോക്കിയേ, നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോകുന്നുള്ളൂ. സുമ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. എന്താ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നാ? എനിക്കൊന്നും അറിയണ്ട, നമ്മൾ ഒരുമിച്ച് പോകുന്നു. നോ സോറി, ഐ എം നോട്ട് കമ്മിങ്. ലീവ് മീ അലോൺ. ഇന്നൊരു ദിവസം മാത്രം. ഇന്നൊരു ദിവസം മാത്രമാണ് ഇത്ര. നിങ്ങളുടെ പെയിന്റിംഗ് കാരണം ദിവസവും ഞാൻ ഒറ്റയ്ക്കാവുക. എന്നാ ഇന്നോ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാ. ഇന്ന് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ താല്പര്യമില്ല. നിങ്ങൾ എന്റെ കൂടെ വന്നേ പറ്റൂ, അത്രേ ഉള്ളൂ. ഹേ എന്താ ഇത്? എന്താ കോമഡി ചെയ്യുവാണോ? ഞാൻ ഇന്ന് ഈ പെയിന്റിംഗ് കംപ്ലീറ്റ് ചെയ്തേ ആകണം. പിടിവാദം പിടിക്കല്ലേ. എന്ത്? എന്റെ ആഗ്രഹമൊക്കെ നിങ്ങൾക്കൊരു വാശിയായിട്ടാണോ തോന്നുന്നത്? നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന ഈ ജീവനെ വിട്ടിട്ട് ആ ബോർഡിൽ പെയിന്റ് ചെയ്യുന്നതാണല്ലേ നിങ്ങൾക്ക് വലിയ കാര്യം. എന്താ നോക്കി എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ? വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? പെയിന്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു കലയാണ്. നിനക്കെങ്ങനെ മനസ്സിലാവും? ഇതെന്റെ ഒരു തവവാ. ഇത് നിന്നെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? മാറ്റിയാൽ എന്താന്ന്? ഞാൻ മാറ്റും, ഉറപ്പായി മാറ്റും. എന്തായാലും ഞാൻ മാറ്റിയിരിക്കും. ഈ കിടക്കുന്ന പെയിന്റിംഗ് കാരണം എന്റെ സന്തോഷം ഇല്ലാണ്ടാവുക. സുമാ മൈൻഡ് യുവർ ടങ്. ഇല്ല, ദാ നോക്ക്, ഇപ്പൊ ഒരു തീരുമാനം എടുത്തോളണം. ഈ വീട്ടില് ഒന്നെങ്കിൽ ഞാൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ പെയിന്റിംഗ് ഉണ്ടാവണം. സുമാ എന്താ ചെയ്യുന്ന നീ? നോക്ക്, എന്റെ സ്വപ്നത്തിന്റെ കൂടെ കളിക്കില്ലേ നീ? നിങ്ങൾ എന്റെ കൂടെ കളിക്കാൻ നിൽക്കരുത്. ഏയ്, ഏയ്, നിന്റെ കളിയൊക്കെ കിച്ചണിൽ പോയി വെയ്. പോ, പോ. അതെ ഏട്ടാ, അതെ. നിങ്ങൾക്ക് ഞാൻ അടുക്കളയിലിരുന്ന് കഷ്ടപ്പെടണം. എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് എന്താണ് ഇഷ്ടം നല്ല ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ടോ? സ്വപ്നമാണത്ര സ്വപ്നം. ഇതിപ്പോ ഞാൻ എന്താ ചെയ്യുന്ന നോക്കിയോ? ഏയ്, ഏയ്, എന്റെ പെയിന്റിംഗ് തൊട്ടാ കൊന്നുകളി ഞാൻ നിന്നെ, വെട്ടിക്കൊല്ലി ഞാൻ നിന്നെ. വെട്ടോ അല്ലേ? എന്നാ വെട്ടിക്കൊല്ല്. ഈ കിടക്കുന്ന പെയിന്റിംഗ് കാരണല്ലേ നിങ്ങൾ എന്നെ വെട്ടോന്ന് പറഞ്ഞത്? ഇത് ഞാൻ ഇന്ന് അത് തൊടല്ലേ, പറഞ്ഞ കേക്ക്. വേണ്ട, ഏയ്, അതൊന്നും മേടിച്ചോ. എന്റെ പെയിന്റിംഗ് തൊടുവോ? തൊടുവോ? കൊല്ലു ഞാൻ നിന്നെ. ഏയ്, കൊല്ലൂടി ഞാൻ നിന്നെ. വിടില്ലടി. നിന്റെ പെയിന്റിംഗ് നീ തൊടുവല്ലേ? എന്നെ തൊടുവോ നീ? പെയിന്റിംഗ് തൊടുവോ? ഇതാ സർ സംഭവിച്ചത്. ചേച്ചീനെ കൊന്നത് ഇവരാണ് സർ. നുണയാണ് സർ, നുണയാണ്. ഇവൾ നുണയാ പറയുന്നത്. എന്റെ ചേട്ടൻ വളരെ നല്ലവനാ സർ. ഇവളാണ് സർ ചേട്ടനോട് വളരെ മോശമായി പെരുമാറിയത്. അപ്പോൾ ചേച്ചി ദേഷ്യപ്പെട്ട് ഇവളോട് എന്തൊക്കെയോ പറഞ്ഞിരുന്നു. സർ, ഇവൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. എനിക്ക് ഇവളെയാണ് സംശയം സർ. എന്റെ ചേച്ചിയുള്ള ദേഷ്യത്തിന് ഇവളായിരിക്കും. ഇവൾ തന്നെ കൊന്നത്. സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സർ. ഞാനല്ല കൊന്നത്. ഇവർ കൊല്ലുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പാവന്ന് ജോലി ഇട്ട് തന്നാ നീ എന്നെ തന്നെ കൊലയാളി എന്ന് പറയുവാണോ? ഞാനാണോ കൊന്നേ? ഞാനാണോ കൊന്നേ? അതെ അതെ, നിന്നെ ഞാൻ വിടില്ല. ഞാനാണോ കൊന്നേ? ഞാനാണോ കൊന്നേ? ഞാനാണോ കൊന്നേ? പറയടി.
മേ ഐ കം ഇൻ സർ? ഓ വരൂ വരൂ. വെൽക്കം അവിനാഷ്. താങ്ക് യു സർ. ഇത് ഇൻസ്പെക്ടർ മഹേഷ്. ഹലോ. ഹലോ. പ്ലീസ്. യെസ്. സർ, ആ കേസ് ഫയൽ റെഡിയാണ്. ആ ഇതിൽ പറഞ്ഞിരിക്കുന്ന അമർനാഥ് വർമ്മ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. ഓൾസോ എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്. പക്ഷെ ഇപ്പോ സ്വന്തം ഭാര്യയെ കൊന്നതിന് ജയിലിലാണ്. പ്രതിയുടെ ഭാര്യയുടെ സഹോദരിയുടെ വാക്കുകൾ പ്രകാരം ഭാര്യയും ഭർത്താവും വളരെയധികം സന്തോഷത്തിലാണ് കഴിഞ്ഞിരുന്നതാണ് പറയുന്നത്. പക്ഷേ വീട്ടിലെ ജോലിക്കാര് പറയുന്നത് അവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു എന്നാണ്. പക്ഷേ ഇതിലെ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഈ അമർനാഥ് വർമ്മ അബ്നോർമലാണ്, മെന്റലി ഡിപ്രസ്ഡ്. നൗ ഹീസ് ഇൻ ദ ഹോസ്പിറ്റൽ. മിസ്റ്റർ മഹേഷ്, സർ. അവരുടെ ഫ്രണ്ട്സിന്റെയും റിലേറ്റീവ്സിന്റെയും റിപ്പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ? യെസ് സർ. ഇപ്പൊ അമർനാഥ് വർമ്മയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഡോക്ടറുടെ പേരെന്താ? ഡോക്ടർ സുരേഷ്. ഡോക്ടർ സുരേഷ്. ഹലോ ഡോക്ടർ. ഹലോ ഇൻസ്പെക്ടർ. ഹീസ് മിസ്റ്റർ അവിനാഷ്. അമർനാഥ് വർമ്മ കേസിനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വന്നിരിക്കുന്ന സ്പെഷ്യൽ ഓഫീസറാണ്. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു സർ. പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു. ഡോക്ടർ, ഈ അമർനാഥ് വർമ്മയെ കുറിച്ച് മെഡിക്കൽ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ഇപ്പോ ഒന്നും പറയാൻ പറ്റില്ല സർ. ആ ഞങ്ങളുടെ ഇനിഷ്യൽ ഒബ്സർവേഷൻ പ്രകാരം അദ്ദേഹത്തിനുണ്ടായ ഷോക്ക് കാരണം ഡിപ്രഷൻ ആയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഭ്രാന്തുണ്ടെന്നാണ് പറയുന്നത്. നോ സർ, MRI റിപ്പോർട്ട് വരുന്നത് വരെ ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ പറയും പോലെയാണെങ്കിൽ ഒരു വ്യക്തി സ്വയം കല ചെയ്തിട്ട് അവനെ തന്നെ ഭ്രാന്താണെന്ന് പറയാണോ? ദേ നോക്കൂ സർ, ഒരു മനുഷ്യൻ സ്വബോധത്തോടെ കൊല ചെയ്യുന്ന സമയത്ത് അയാൾ നോർമൽ ആയിരിക്കും. അതേ സമയത്ത് അയാൾ ദേഷ്യത്തോടെ കൊല ചെയ്യുകയാണെങ്കിൽ അയാളുടെ മനസ്സ് ഒരിക്കലും നോർമൽ ആയിരിക്കില്ല. ആ സമയത്ത് അയാൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അയാൾ ഷോക്കായി പോകും. എക്സ്ക്യൂസ് മീ സർ, എമർജൻസി കോൾ പ്ലീസ് സർ. അവരിവിടെ വന്നതിന് ശേഷം അവരുടെ ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? യെസ് സർ, വല്ലാത്ത മൗനത്തിലാണ്. കണ്ടത് തന്നെ പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നു. ഐ സീ. ക്യാൻ ഐ മീറ്റ് ഹിം? ഷുവർ. യുവർ ഓണർ, അമർനാഥ് വർമ്മ ദിവസേന ഓരോ വാക്ക് മാറ്റി പറഞ്ഞ് കോർട്ടിന്റെ അന്വേഷണത്തെ കുഴപ്പിക്കുകയാണ്. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊന്നതെന്ന് നേരിൽ കണ്ടവർ സാക്ഷി പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ശിക്ഷ നൽകണമെന്ന് ഞാൻ കോർട്ടിനോട് അപേക്ഷിക്കുന്നു. നുണയാണ് യുവർ ഓണർ. ഇവർ പറയുന്നതൊക്കെ നുണയാണ്. ഞാൻ എൻ്റെ ഭാര്യനെ കൊന്നിട്ടില്ല. ദയവീത് ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നിട്ടില്ല. നോ യുവർ ഓണർ, വർമ്മ പറയുന്നതൊക്കെ നുണയാണ്. ഇദ്ദേഹത്തിന്റെ പെയിന്റിംഗ് ഇദ്ദേഹത്തിന്റെ ഭാര്യ നശിപ്പിച്ചത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യയെ ഇദ്ദേഹം തന്നെ കൊന്നിരിക്കുന്നു. അതെ അതെ അതെ, ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നത്. അവൾ എൻ്റെ സ്വപ്നത്തിനെ തന്നെ നശിപ്പിച്ചു. അത് കാരണം ഞാൻ തന്നെ അവളെ കൊന്നത്. ഞാൻ തന്നെ അവളെ കൊന്നത്. ഞാൻ തന്നെയാ. ഇദ്ദേഹത്തിന്റെ മനസ്സ് ശരിയില്ലാത്തത് കൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഈ കോർട്ട് ഏൽക്കില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് മാനസികമായി ചികിത്സ നൽകണമെന്ന് ഈ കോർട്ട് ഉത്തരവിടുന്നു. ഹലോ മിസ്റ്റർ വർമ്മ, സുഖമാണോ? ഭക്ഷണം കഴിച്ചോ? നിങ്ങൾ നന്നായി വരക്കുന്നു കേട്ടല്ലോ, സത്യാണോ? സിഗരറ്റ് ഉണ്ടോ? ഷുവർ. താങ്ക് യു. ഇനി പറയൂ, നിങ്ങൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കൂ. ഞാൻ സ്ട്രൈറ്റ് ആൻസർ പറയാം. മനസ്സിലായോ? ഓക്കെ, സ്ട്രേറ്റ് ആയിട്ട് തന്നെ ചോദിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യനെ കൊല ചെയ്തോ? ഉത്തരം പറയും മിസ്റ്റർ വർമ്മ.
ഉത്തരം പറയൂ മിസ്റ്റർ വർമ്മ. ദാ നോക്ക്, ഓഫീസർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയായിരുന്നാൽ ഇദ്ദേഹം നിങ്ങളെ ഒരു ഭ്രാന്തനാണെന്ന് കരുതും. മെന്റൽ ഇയാൾ എന്നെ കൊലയാളി എന്ന് പറയുക, നിങ്ങൾ എന്നെ മെന്റൽ എന്ന് പറയുക. ഇയാളുടെ ടാലന്റ് ഞാൻ കൊലയാളി എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്തിരുന്നാൽ ഞാൻ ജയിലിലിരുന്നേനെ. ഇല്ല, നിങ്ങളുടെ ടാലന്റ് ഞാൻ മെന്റൽ എന്ന് കൺഫേം ആയാൽ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കണം. നിങ്ങൾ രണ്ടുപേരിൽ ആര് ജയിച്ചാലും ചാവാൻ പോകുന്നത് ഞാനാ. ഞാൻ ഒരു കൊലയും ചെയ്തില്ല. എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എന്നെ വിട്ടേക്ക് മിസ്റ്റർ വർമ്മ. നോ 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 ഐഡിയ. നിങ്ങൾ അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് കൊലപാതകമാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്താണ്. ചോയ്സ് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. വേണ്ട വേണ്ട, ഈ രണ്ടിനും എനിക്ക് ഒന്നും വേണ്ട. ഞാൻ ഒന്നും തെറ്റ് ചെയ്തിട്ട് എന്നെ ദയവ് ചെയ്ത് വിട്ടേരെ. വിട്ടേക്ക് വിട്ടേക്ക് പ്ലീസ്. ഞാൻ വേണ്ടി പോയിക്കോളാം പ്ലീസ്. ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ ശരിയായിട്ട് കേട്ടിട്ടില്ല. ആദ്യം ഇദ്ദേഹം പറഞ്ഞത് എന്താ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കൂ. ഞാൻ കൊലയാളിയോ അല്ല, ഞാൻ മെന്റലും അല്ല. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എനിക്കൊരു മാർക്ക് വെക്കുക എങ്ങനെയെന്ന് പറഞ്ഞ്. നിങ്ങൾ ഇങ്ങനെ എക്സൈറ്റഡ് ആകരുത് മിസ്റ്റർ വർമ്മ. നിങ്ങളുടെ മനസ്സിപ്പോ ശരിയല്ല. നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കണം. നോക്കിയോ നോക്കിയോ, നിങ്ങൾ പിന്നെ എന്നെ മെന്റൽ ആരെങ്കിലും മുന്നോട്ട് വന്നാ എന്നെ വെടിവെക്കും ഞാൻ. Catch him. Come on. നിങ്ങൾ ആ ഭാഗത്തേക്ക് പോയി നോക്കൂ, നിങ്ങൾ ഈ ഭാഗത്തേക്ക് പോയി നോക്കൂ സർ. നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകൂ. നിക്ക്. മുന്നോട്ട് വരല്ലേ? മുന്നോട്ട് വരല്ലേ? Shit. Inform the control room, railway station, അതുകൂടാതെ ബസ് സ്റ്റാൻഡ്. അവൻ എങ്ങനെയായാലും ഇവിടം വിട്ട് പോവാനേ പാടില്ല. അവൻ ബുദ്ധിശാലി മാത്രമല്ല, ബലമുള്ളവൻ കൂടിയാണ്. ഡു യു വൺ തിങ്, എല്ലാ പേപ്പറിലും TV മീഡിയയിലും ഇൻഫർമേഷൻ കൊടുക്കണം. ഓക്കെ? യെസ് സർ. അവന്റെ മനോനില ശരിയല്ല. അവന്റെ കയ്യിലാണെങ്കിൽ തോക്കുണ്ട്. ഏത് സിറ്റുവേഷനിൽ ആരെ വേണമെങ്കിലും വെടിവെച്ചേക്കാം. എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യാനുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. ഓക്കെ സർ. അവന്റെ ഫോട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഓക്കെ? ഓക്കെ സർ. ആൻഡ് ഡെപ്യൂട്ട് ദ പോലീസ് ഇവൻ ടു ദ എയർപോർട്ട്. ഓക്കെ സർ. ഗുഡ്.
ഇന്നത്തെ പ്രധാന വാർത്തകൾ. പ്രശസ്ത കലാകാരനായ ഈ ഫോട്ടോയിൽ കാണുന്ന അമർനാഥ് വർമ്മയെ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരാണ് അവരുടെ ഭാര്യയെ കൊന്നതെന്ന് സംശയിക്കുന്നു. ഇവർ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്. ഈ അമർനാഥ് വർമ്മ നിയമപരമായി കുറ്റാരോപിതനാണെങ്കിലും ഇവർ മാനസികമായി വളരെ തകർന്നിരുന്നു. ഇവരെ ആരെങ്കിലും കണ്ടെത്തിയാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് പോലീസ് അധികാരികൾ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ കുറ്റവാളിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ ഉടനെ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഉടനെ തന്നെ വിവരം അറിയിക്കണമെന്ന് പോലീസുകാർ അഭ്യർത്ഥിച്ചിരിക്കുന്നു. അതുമാത്രമല്ലാതെ മിണ്ടരുത് മിണ്ടരുത് മിണ്ടരുത്. നിങ്ങൾ ടിവിയിലുള്ള അതെ അതെ, ഞാൻ ആ ടി വിയിൽ. ഒന്നും ചെയ്യല്ലേ, ദയവ് ഇതെന്നെ ഉപദ്രവിക്കരുത്. എന്നൊന്നും ചെയ്യില്ല, എന്നൊന്നും ചെയ്യില്ല, എന്നൊന്നും ചെയ്യില്ല. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഇതേമാതിരിയാ ദിവസം ഞാൻ പോലീസിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്ന. ആരും എന്നെ വിശ്വസിച്ചിട്ടില്ല. നീ പറയുന്ന എന്തിനാ ഞാൻ കേൾക്കുന്നത്? നീ പറയുന്ന എന്തിനാ ഞാൻ കേൾക്കുന്നത്? വീട്ടിലാരെങ്കിലും ഉണ്ടോ? ആരുള്ള വീട്ടില്? ഞാൻ എന്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ. വിളിക്ക് വിളിക്ക്, നിന്റെ ഹസ്ബൻഡിനെ വിളിക്ക്. വിളിക്ക് വിളിക്ക് വിളിക്ക്. പേര് പറഞ്ഞു വിളിക്ക്, പേര് പറഞ്ഞു വിളിക്ക്. ആരും വരുന്നില്ലല്ലോ, ആരും വരുന്നില്ല. എന്തിയെ ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. വാ. നമസ്കാരം സൗമ്യ. നമസ്കാരം സർ. നിങ്ങൾ മാത്രമാണോ ഈ വീട്ടിലുള്ളത്? ഭയമില്ലേ? സർ നിങ്ങൾ? ഓ, ഐ ആം സോറി. നിങ്ങളുടെ ചേച്ചിയുടെ കൊലപാതകം ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന സ്പെഷ്യൽ ഓഫീസർ അവിനാഷ്. സർ, എന്റെ ചേട്ടൻ വളരെ പാവമാണ് സർ. അവരെ കിട്ടിയോ? ഓ ബേഷ്, നിങ്ങളുടെ ചേട്ടൻ. നിങ്ങളുടെ ചേച്ചിയെ കൊന്നിട്ടും ചേട്ടൻ എന്ന് തന്നെയാ വിളിക്കുന്നത് അല്ലേ? അവര് നിങ്ങളെയും കൊല ചെയ്യാൻ വഴിയുണ്ട്, സൂക്ഷിച്ചിരുന്നു. ഇല്ല സർ, ചേട്ടൻ അങ്ങനെയുള്ളവനല്ല, വളരെ നല്ലവനാ. എന്റെ ചേച്ചിയെ ചേട്ടന് ജീവനായിരുന്നു. ഓക്കെ, കൊല ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? ആ ദിവസം എന്റെ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ റെഡിയാവുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. എന്റെ ചേച്ചിയോട് പറഞ്ഞ് ഞാൻ ഫോൺ സംസാരിച്ച് വരുന്നതിനുള്ളിൽ എന്റെ ചേച്ചിയെ കൊന്നുകളഞ്ഞിരുന്നു. ഇവിടെ നോക്കൂ സൗമ്യ, കരയാതെ സമാധാനായിട്ടിരിക്കും. കൊല നടന്ന സ്ഥലം ഒന്ന് കാണിക്കോ? വരൂ. ഇവിടെയാ സർ. സൗമ്യ, ഈ വീട്ടിലൊരു വേലക്കാരിയില്ലേ? അതെ സർ, രൂപ എന്ന പേര്. അവൾ കാരണം സർ ഞങ്ങളുടെ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടായത്. ഈ സംഭവത്തിന് ശേഷം അവൾ എവിടെയാണെന്ന് പോലും അറിയില്ല. എനിക്ക് അവളെ തന്നെയാ സംശയം സർ. ഐ സീ. ഇത് നോക്കി ഈ കേസ് കഴിയുന്നവരെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ വരണം. വി നീഡ് യുവർ കോപ്പറേഷൻ. ഡെഫിനറ്റ്ലി സർ. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. ബൈ. ഞാൻ പറഞ്ഞില്ലേ എന്നെ ഒന്ന് വിശ്വസിക്കാൻ പാടില്ലെന്ന്. എന്റെ അടുത്ത് നീ നിന്റെ കളി കാണിക്കുവാ.
കൊന്നുകളയും നിന്നെ, മനസ്സിലായോ? വേണ്ട, എന്നെ കൊല്ലരുത്. നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യാം. ഈ സൈഡോട്ട് വാ, ഇങ്ങോട്ട് വാ. തുണി ഞാൻ തന്നെ നോക്കിയെടുത്തോളാം. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പാടില്ല. തുണി എടുക്കാൻ അയച്ചാ ഫോൺ വിളിക്കാൻ നോക്കുന്നോ? നീ കാണാൻ യങ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ, പക്ഷെ നിന്റെ ഹസ്ബൻഡിന്റെ ഡ്രസ് എല്ലാം കൊള്ളില്ല. എല്ലാം പഴയ ടേസ്റ്റാ. എന്തോന്ന് കിട്ടി. എന്താ എന്താ നീ അങ്ങനെ നോക്കുന്ന? എന്നെ എങ്ങനെ വെളിയിലോട്ട് അയക്കാന്നാ? ഇല്ല പോലീസ് സ്റ്റേഷൻ എങ്ങനെ വിളിക്കാന്നാ? പറയ്. ഒന്നിനുമല്ല. എന്താ ഇത്? എന്റെ മുമ്പിലാണ് ഡ്രസ് മാറ്റുന്നത്. റൂമിലേക്ക് പോയി മാറ്റ്. ഞാൻ റൂമിക്കുള്ളിൽ പോയാ നീ? ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. വേണ്ട വേണ്ട വേണ്ട, നീ ഇവിടെ ഇരുന്നോ. ഇവിടെ ഇരിക്ക്. നീ ഇവിടെ അല്ലേ ഇരുന്നേ? ആ ഇവിടെ നീ എന്തെങ്കിലും സംസാരിച്ചേ? എന്ത് സംസാരിക്കാനാ? എന്തെങ്കിലും ഒന്ന് നിന്റെ വീടിനെ കുറിച്ചോ നിന്റെ ഹസ്ബൻഡിനെ കുറിച്ചോ എന്തെങ്കിലും പറ, കേൾക്കണം. ഇത്രേ ഉള്ളൂ. ആ പറ. അങ്ങനെ വെറുതെ സംസാരിച്ചോണ്ടിരിക്കാൻ എനിക്കിത് നിങ്ങളെ പോലെ ഭ്രാന്താന്ന് കരുതിയോ? ഞാൻ പറയുന്ന കേക്ക്, ഇല്ലെങ്കിൽ വെട്ടിവെക്കും ഞാൻ. സംസാരിക്കും. നിങ്ങൾ എന്തിനാ വീട്ടിലേക്ക് വന്നത്? ഇനി എത്ര നേരം ഇവിടെ കാണും? എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ദയവേത് നിങ്ങൾ ഇവിടുന്ന് പോയേക്ക്. സംസാരിക്ക്. ഇനി ഇവിടെ എന്ത് ചെയ്യാനാ നിങ്ങളുടെ ഉദ്ദേശം? പ്ലീസ് ദയവേത് ഇവിടുന്ന് പോകും. പ്ലീസ് ദയവേത് ഇവിടുന്ന് പോയേക്ക്. സംസാരിക്കുന്ന എന്തിനാ നിർത്തിയേ? സംസാരിക്ക്. ഹലോ പോലീസ് സ്റ്റേഷൻ. ഹലോ പറ. ഹലോ പറയൂ സർ. അത് പിന്നെ പറയൂ. അത് ഹലോ പറയൂ. ഹലോ പാർക്ക നീ വിളിച്ച ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താ നീ ലാൻഡ് ലൈനിൽ വിളിക്കണോ? ഈ ലാൻഡ് ലൈൻ ഉണ്ടെങ്കിലല്ലേ വിളിക്കൂ. പൊട്ടിക്കരുത് പ്ലീസ്. എന്റെ ഭർത്താവ് വിളിച്ചാൽ എനിക്ക് ഇതിലെ സംസാരിക്കാൻ പറ്റുള്ളൂ. എന്റെ ഫോൺ ആണെങ്കിൽ നിങ്ങൾ സ്വിച്ച് ഓഫ് ആക്കി. ഇനി അങ്ങനെ ഈ ലാൻഡ് ലൈനിൽ ട്രൈ ചെയ്ത് അദ്ദേഹത്തിന് സംശയം തോന്നി ഉറപ്പായി അദ്ദേഹം പോലീസിനെ വിളിക്കുന്നുള്ള കാര്യം ഉറപ്പാ. പോലീസ് വന്നാ നിങ്ങൾക്ക് കുഴപ്പം. ഈ ഫോൺ പൊട്ടിക്കരുത് പ്ലീസ്. നീ പറയുന്നത് ശരിയാ, പക്ഷേ don't touch the phone. Don't try to be smart. Okay? Sit down. ഇതെന്താ കളി തോക്കാന്നാണോ വിചാരം? ഇത് ശരിക്കുള്ള വെടിവെക്കട്ടെ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഈ എന്റെ അടുത്ത് കളിക്കരുതെന്ന്? പോലീസാ ബെല്ലടിക്കുന്ന. ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാമല്ലേ? പറയല്ലോ. ഞാൻ പറയില്ല. എന്നെ ഒന്നും ചെയ്യരുത്. ഒന്നും പറയരുത്.
എന്താ അങ്കിൾ ഈ സമയത്ത്? വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി മോളെ. നീ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടതായിട്ടുണ്ട്. എന്താ കാര്യം അങ്കിൾ? കുറെ നേരമായി ഞാൻ നിന്റെ മൊബൈലിൽ വിളിച്ചോണ്ടിരിക്കുക. അത് സ്വിച്ച് ഓഫ് എന്നാണല്ലോ പറയുന്നേ. ശരി, ലാൻഡ് ലൈനിൽ വിളിച്ച് പറയാന്ന് വെച്ചപ്പോ നിന്റെ നമ്പർ എനിക്ക് ഓർമ്മയില്ല. അങ്കിൾ അത് പിന്നെ എന്റെ മൊബൈലിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഓഹോ, അങ്ങനെയാണ്. ഉം. എന്താ കാര്യം അങ്കിൾ? ദേ നോക്ക് മോളെ, ഒരു കൊലപാതകി പോലീസുകാരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഈ ഏരിയയിലിട്ട് വന്നിട്ടുണ്ട്. അവൻ ഏത് വീട്ടിൽ കയറും എന്തു ചെയ്യുമെന്ന് ആർക്കും അറിയില്ല. നിന്റെ ഭർത്താവാണെങ്കിൽ നാട്ടിലുമില്ല. അതുകൊണ്ട് നിന്നോട് ഇക്കാര്യം ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ. അങ്കിൾ അത് പിന്നെ അത് എന്താ പോലെ നീ ഇങ്ങനെ പേടിച്ച് സംസാരിക്കുന്നേ? നിന്റെ ഈ പേടി കണ്ടു കഴിഞ്ഞാൽ ആ കൊലപാതകി ഈ വീട്ടിൽ കേട്ടിട്ടുണ്ടെന്ന് തോന്നുമല്ലോ. ധൈര്യമായിട്ടിരിക്കേ, ഇൻസ്പെക്ടർ നമ്മുടെ ആളാ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തോട് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ നീ എനിക്ക് കോൾ ചെയ്യേ. എന്റെ നമ്പർ നിന്റെ കയ്യിലുണ്ടല്ലോ? ഉണ്ട് അങ്കിൾ. ശരി, ഞാൻ വരാം മോളെ, നീ സൂക്ഷിച്ചിരിക്കേ. പോയിട്ട് വരാം മോളെ, നീ വാതിൽ പൊട്ടിക്കോ. അങ്കിൾ. സോറി മോളെ, ഒരു കാര്യം പറഞ്ഞു. നിന്റെ ലാൻഡ് ലൈൻ നമ്പർ ഒന്ന് ഇതിൽ ഫീഡ് ചെയ്തേക്ക്. ഓക്കേ, താങ്ക് യു. അങ്കിൾ, കോഫി കുടിച്ചിട്ട് പോയിക്കോട്ടെ? നോ താങ്ക്സ്. പോയിട്ട് വരാം മോളെ, സൂക്ഷിച്ചിരിക്കണേ. ഞങ്ങൾ ഇവിടുന്ന് പോയോ? അതെ, ഞാൻ ഇവിടെ വന്ന് എത്ര നേരമായി. എനിക്കൊരു കോഫി ഓഫർ ചെയ്തില്ല. പക്ഷെ നിന്റെ അങ്കിളിന് അത് 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 അതിൽ അത് ഞാനിവിടെ ഉണ്ടെന്ന് അയാളുടെ അടുത്ത് നീ പറയാൻ നോക്കിയല്ലേ? കൊന്നു കളയൂന്നുള്ള പേടിയാ പേടിയാ. പിന്നെ ആരോ വന്നേക്കുവാ. പോയി കഥവ് തുറക്ക്. ഓ, സൂക്ഷിച്ച്. ഓ, നിങ്ങളായിരുന്നോ? എന്താ മോളെ, ഭക്ഷണം കഴിച്ചോ? നിങ്ങളോ? ഞാൻ അവിടെ സീരിയൽ കണ്ടോണ്ടിരിക്കുമ്പോൾ കഴിച്ചു. നീ ഇതെന്താ ഈ സമയത്ത്? അത് പിന്നെ വീട്ടിലെ പാല് കഴിഞ്ഞു. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ എപ്പോഴും പാലുണ്ടാവുമല്ലോ ഫ്രിഡ്ജില്. വാങ്ങാന്ന് കരുതി വന്നതാ. ശരി, വാ, ഞാൻ തരാം. ശരി. അതെ സിസ്റ്റർ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഏതോ ഒരു ഭ്രാന്തൻ അവന്റെ ഭാര്യയെ കൊന്നൂന്ന്. കണ്ടില്ലേ ഇപ്പോഴത്തെ കാലം എത്ര മോശാണെന്ന്? ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല സിസ്റ്റർ. അയാൾ പോലീസിന്റെ പിടിന്ന് രക്ഷപ്പെട്ടു കേട്ടത്. പോലീസ് എല്ലായിടത്തും അറിയിച്ചിട്ടുണ്ട്, എന്നാൽ ഇതുവരെ കിട്ടിയിട്ടില്ല അത്രേ. എന്തായാലും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഇതാ പാല്. ഇങ്ങോട്ട് നോക്കൂ സിസ്റ്റർ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഏതോ ഒരു വീട്ടിൽ ഒരു കൊലയാളി കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന പെണ്ണിനെ റേപ്പ് ചെയ്ത് കൊന്നു കളഞ്ഞു കേട്ടത്. കൊന്നോ? അതെവിടെയാണ്? അയ്യോ, നിങ്ങൾ പേടിച്ചു പോയില്ലേ? ഞാൻ ഇന്നലത്തെ സീരിയലിന്റെ കാര്യം പറഞ്ഞതാ. ഷോ, നിങ്ങൾ എപ്പോ നോക്കിയാലും ചെയ്ത കാര്യങ്ങൾ മാത്രമേ പറയൂ. വന്ന് എന്തോ പറയണമെന്ന് കരുതിയതാ ഞാൻ. നിങ്ങൾക്ക് വേറെ വല്ലതും വേണോ? എന്തായിരുന്നു അത്? ഇപ്പൊ ഓർമ്മ വന്നു. എന്തൊക്കെയാണെങ്കിലും ആ കാദംബരി സീരിയൽ ഇതോടെ തീർന്നു. എന്റെ മോള് 7 മാസം വയറ്റിലായിരിക്കുമ്പോ തുടങ്ങിയതാണെന്നേ ആ സീരിയൽ. എന്നിട്ടിപ്പോൾ എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞ് അവൾ 3 മാസം ഗർഭിണിയാ. ഇപ്പോഴെങ്കിലും അത് കഴിഞ്ഞല്ലോ. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. അതെ, അടുത്ത സീരിയൽ തുടങ്ങാനുള്ള സമയായി. വരൂന്നേ, ആ വാതിലൊന്ന് തുറന്നതാ. വാ. ഇത് നോക്ക് സിസ്റ്റർ, ഡോർ എപ്പോഴും ലോക്ക് ചെയ്തേക്കണം. ശ്രദ്ധിക്കണം. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ശരി.
ഹേയ് ഹേയ്, നീ എന്റെ അടുത്ത് തന്നെ നാടകം കളിക്കുവാണോ? അവള് പാല് ചോദിച്ചു വന്നാ ഇല്ലെന്ന് പറയാൻ മേലെ. പക്ഷെ നീ അവൾ അവിടെ നിൽക്കാൻ വെച്ച് എടുത്തോണ്ട് കൊടുത്തോണ്ടിരിക്കുക. അത് മാത്രമല്ലാണ്ട് ഞാൻ അവിടെ ഉള്ളെന്ന് അറിഞ്ഞോണ്ട് നീ അവളെ ഉള്ളിൽ വിളിച്ചോണ്ട് വരണോ? നിന്നെ നിങ്ങൾ എന്തിനാ ദേഷ്യം പിടിക്കുന്നത്? അവരെന്റെ വീട്ടിന് തൊട്ടടുത്തുള്ളവരാ, ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാ. ഞാൻ അവരോട് വേറെ വല്ല രീതിയിൽ റിയാക്ട് ചെയ്താ പിന്നെ അവർക്ക് സംശയം തോന്നില്ലേ? എനിക്ക് ഹാളിലേക്ക് വരണമെങ്കിൽ നിങ്ങളോട് ചോദിക്കണം, കിച്ചണിലേക്ക് പോകണമെങ്കിൽ നിങ്ങളോട് ചോദിക്കണം, എന്ത് ചെയ്യണമെങ്കിലും നിങ്ങളോട് ചോദിച്ചേ പറ്റുള്ളൂ. എന്റെ വീട്ടിൽ ഇങ്ങനെ പലരും കയറി വന്നെന്നിരിക്കും, ഞാൻ എവിടെ വേണമെങ്കിലും അവരെ കൊണ്ടുപോകും. അത് ചോദിക്കാൻ നിങ്ങൾ ആരാ? ആഫ്റ്റർ ഓൾ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നിന്റെ ഭാര്യയെ കൊന്ന പോലെ എന്നെ കൊല്ലാൻ പോവാ, അത്രയല്ലേ ഉള്ളൂ. കമോൺ കിൽ മീ, കൊല്ല. എന്റെ ഭാര്യയെ പോലെ അഭിനയിക്കില്ലേ, അവളെ പോലെ അഭിനയിക്കില്ലേ? എടാ പ്രാന്ത, എന്റെ ഏട്ടന്മാരെ പോലെ എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല. എന്നാ നീയോ? നീ ആരാ എന്നെ തല്ലാൻ? ഞാൻ പോലീസ് ആയാലും ഡോക്ടർ ആയാലും നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം പറയണമായിരുന്നു. ഞാനത് ചെയ്തില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാ ഇപ്പോ നിങ്ങൾ എന്നെ തന്നെ തല്ലാൻ വരികയാണല്ലേ? എന്തൊക്കെയോ സംസാരിച്ച് നിന്നെ വിഷമിപ്പിച്ചു. അതിനുവേണ്ടി ഞാൻ സോറി. നിങ്ങൾക്ക് എങ്ങനെ ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടോ? എനിക്കും അതുപോലെ ഡിസ്റ്റർബൻസ് ആയിരുന്നു. ജയിലിലിരിക്കാൻ എങ്ങനെ ഇഷ്ടമല്ലാണ്ടിരുന്നോ അതുപോലെ എനിക്ക് ഇവിടെ ഇരിക്കാൻ ഇഷ്ടമല്ല. പക്ഷെ എന്ത് ചെയ്യും? ഞാൻ ചെയ്യാണ്ടുള്ള തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിക്കുക. വീട്ടിൽ നിന്ന് ജയിലിൽ നിന്ന് കോർട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ദിവസം ഫുട്ബോൾ പോലെ എന്നെ കളിക്കുക. ഇങ്ങോട്ട് നോക്ക്, നിനക്ക് ഞാൻ ഒരു കഷ്ടവും തരത്തില്ല. ദയവ് ചെയ്ത് ഈ ഒരു രാത്രി മാത്രം ഇവിടെ ഇരിക്കാൻ എനിക്ക് പെർമിഷൻ താ പ്ലീസ്. എന്റെ മനസ്സും ദേഹവും ആകെ ഓഫായി കിടക്കുക. ഞാൻ എന്നെ ഓർത്ത് പേടിക്കണോ അതോ അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് വിഷമിക്കണോ എന്തോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ എല്ലാരും എന്നെ ഭ്രാന്തനാന്ന് ഓർത്തോണ്ടിരിക്കുവല്ലേ? ഇല്ല. പിന്നെ വയസ്സായിരുന്നോ? അല്ലല്ല, പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോ പേടിയാവുന്നു തോന്നുന്നു. അതുകൊണ്ടാണ്. ഈ ലോകത്തിൽ പേടിയൊന്നുമില്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ പ്രേമം എന്നൊരു വിശ്വാസം ഉണ്ടാവൂലേ? അപ്പൊ ലൈഫ് ഒത്തിരി നന്നായിട്ടുണ്ടായിരുന്നേ അല്ലേ? നിങ്ങൾ തെറ്റായിട്ട് വിചാരിച്ചില്ലെങ്കിൽ ഞാൻ ഡ്രിങ്ക്സ് അടിച്ചിട്ടില്ല. അതിനെന്താ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഒരു നിമിഷം, നിങ്ങൾ കുറച്ചേ കുടിക്കാവുള്ളൂ. നിക്ക്. ഡ്രിങ്ക്സിൽ എന്തേലും നിങ്ങള് എന്നെ ഇപ്പോഴും വിശ്വാസമായില്ലല്ലേ? വയ്ക്കോ.
ആ മതി 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 മതി. നിങ്ങൾ വലിയ പുണ്യവാ ചെയ്തേക്കുന്നത്. നല്ല ഹസ്ബൻഡ്, വലിയ വീട്. ശരിയാ, ഞാൻ പുണ്യം ചെയ്തവളാം എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? അതിരിക്കട്ടെ, നിങ്ങളുടെ വൈഫ് എങ്ങനെയായിരുന്നു? അവളെ കാണാൻ ഭയങ്കര സുന്ദരിയാ. എനിക്ക് അവളെന്ന് വെച്ചാൽ ജീവനാ. അന്ന് എന്താ നടന്നെന്ന് എനിക്കറിയില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ വലുതായിട്ട് വിചാരിക്കുന്ന പെയിന്റിങ്ങിന് എന്റെ ഭാര്യ നശിപ്പിച്ചു. എന്നെ ഒത്തിരി ദേഷ്യപ്പെടുത്തി. എപ്പോഴും ദേഷ്യപ്പെടാത്ത ഞാൻ അന്ന് ദേഷ്യപ്പെട്ട് എന്റെ ഭാര്യനെ ഇട്ട് അടിച്ചു. അതേ ടെൻഷനിൽ വെളി പോയിട്ട് ഒന്ന് നോക്കുമ്പോ മരിച്ചു കിടക്കുക. കരയാതിരിക്ക. അതെ, നിങ്ങളുടെ അടുത്ത് എന്തിനാ എന്നെ കുറിച്ച് പറയുന്നേ? ഞാനും അതുപോലെ തന്നെയാ. അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിച്ചു. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലുള്ളതാ. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നെ കല്യാണം കഴിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാ ഒരു കാശുകാരൻ വന്ന് എന്നെ കല്യാണം കഴിച്ചത്. അദ്ദേഹമാണ് ഈ ജഗദീഷ്. എന്റെ കല്യാണം കഴിഞ്ഞ ദിവസം എന്റെ ജീവിതത്തിലെ സന്തോഷം ആ ഒരു വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. എന്നാൽ ആ സന്തോഷം ഒരുപാട് കാലം നിന്നില്ല. എന്റെ ഭർത്താവിനാണെങ്കിൽ സ്വന്തം ഭാര്യയേക്കാൾ പണമായിരുന്നു കൂടുതൽ പ്രാധാന്യം. എന്റെ അടുത്ത് എല്ലാം ഉണ്ട്: പണം, ബംഗ്ലാവ്, കാറ്, വീട്. എന്നാലും ഞാനിപ്പോ ഒരുപാട് ഒറ്റപ്പെട്ടിരിക്കാം. എന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കിയിരുന്ന എന്റെ ഭർത്താവ് ഇപ്പൊ വെറും പണം ഉണ്ടാക്കുന്ന ഒരു മെഷീൻ ആയിരിക്കുകയാണ്. ഇത്രയും വലിയ വീട്ടില് ഞാൻ എന്റെ ചെറിയ ആഗ്രഹം പോലും നിറവേറ്റാൻ പറ്റാതിരിക്കുക. അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മള് രണ്ടുപേരും ഒരേ ബോട്ടിൽ ട്രാവൽ ചെയ്യുന്ന പാസഞ്ചേഴ്സാ. ഭാര്യയില്ലാണ്ട് അവളുടെ ഓർമ്മയിൽ മാത്രം ജീവിക്കുന്ന ഞാനും ഹസ്ബൻഡ് ഇരുന്നും അവരെ കുറിച്ച് അറിയാണ്ട് അത് കാരണം അവരെ വിട്ട് ദൂരെ നിൽക്കുന്ന നിങ്ങളും. ഇപ്പോ നമ്മൾ രണ്ടുപേരും അടുത്തിരിക്കുക.
ചിരിക്കുമ്പോ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയാ. നന്നായിരിക്കണം എന്നുണ്ടെങ്കിലേ നിങ്ങൾ നല്ലോണം ചിരിക്കണം. ഞാനോ നന്നായിട്ട് ചിരിക്കുന്നോ? നന്നായിട്ട് ചിരിക്കുക. ഡ്രൈവർ വണ്ടി നിർത്തൂ. മിസ്റ്റർ മഹേഷ്. ഹലോ സർ. മിസ്റ്റർ മഹേഷ്, എനി പ്രോഗ്രസ്? നോ പ്രോഗ്രസ് സർ. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടാവും? തീർച്ചയായും സർ. എല്ലാ വീടും ഒന്ന് സെർച്ച് ചെയ്യും. ഓക്കെ? ഷുവർ സർ. സർ, ഞാൻ ഈ ഭാഗത്ത് തിരഞ്ഞു നോക്കാം സർ. ഫൈൻ. ഓക്കെ സർ. ആരാ മേളില്? ഇയാളല്ലേ ഇത്? ഇയാളല്ലേ? മേളല്ലേ? നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഭാര്യയെ കൊന്ന് നിങ്ങൾക്ക് കണ്ണി കൊണ്ടതൊക്കെ ശവമായിട്ടേ തോന്നുള്ളൂ. നിങ്ങൾക്ക് ശരിക്കും ഭ്രാന്തായിന്നാ തോന്നുന്നത്. എന്തല്ലോ ഞാനോ? മേളില് ശവമുണ്ട്. നീ എന്നെ പറ്റിക്കുവാ? പറ. നിന്നെ പോലല്ലോ നല്ല പെണ്ണിന്റെ മനസ്സിൽ ഒരു കൊലയാളി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ ഭർത്താവിനെ കൊന്ന് നീ ബെഡ്റൂമില് നിന്നെ നോക്ക്. ഞാൻ വീണെന്ന് പറയാൻ പാടില്ല. ഓ ഓ ഓ എനി പ്രോബ്ലം? ഒന്നുമില്ലല്ലോ. ആരോ സംസാരിക്കുന്നത് പോലെ കേട്ടോ. എന്റെ വീട്ടിലോ?
ഇവിടെ ഞാനല്ലാതെ വേറെ ആരും ഇല്ല ഇൻസ്പെക്ടർ. I see. ആ റൂമിൽ എന്താ ഉള്ളത്? അത് സ്റ്റോർ റൂമാ. ഇവിടെ എന്താ ഉള്ളത്? അതെന്റെ ബെഡ്റൂമാ സർ. ഇൻസ്പെക്ടർ, അദ്ദേഹം എവിടുന്ന് പോയി? ഇറങ്ങിപ്പോയോ? എന്താ പറയുന്നത് നീ? തന്നെയുള്ള ഒരു പെണ്ണിന്റെ വീട്ടില് ഒരാൺ ചിരിക്കുന്ന ശബ്ദം കേട്ടും ഒന്നും പറയാണ്ട് പോയോ? ഞാൻ ആരും ഇല്ലെന്ന് പറഞ്ഞതാ. പിന്നെ എല്ലായിടത്തും നോക്കിയിട്ട് അദ്ദേഹം തന്നെ ഇവിടുന്ന് പോവുകയും ചെയ്തു. എല്ലായിടവും ചെക്ക് ചെയ്താൽ മേളിൽ നിന്റെ ബെഡ്റൂമും ചെക്ക് ചെയ്യണമല്ലോ. അവിടെ നിന്റെ ഭർത്താവിന്റെ ഡെഡ് ബോഡി കണ്ടും ചുമ്മാ പോയോ? ഡെഡ് ബോഡിയോ? എവിടെയുള്ള ഡെഡ് ബോഡി? ഭ്രാന്തനെ പോലെ സംസാരിക്കല്ലേ. ഭ്രാന്തനോ? ഭ്രാന്താണോ എനിക്ക്? എന്റെ വീട്ടിലേക്ക് വന്ന് എന്നെ തന്നെ തല്ലാൻ നിങ്ങൾക്ക് എന്ത് അധികാരം ഉള്ളത്? നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ എന്നെ തന്നെ നിങ്ങൾ തല്ലിയല്ലേ? എന്നെ രക്ഷിക്കാനല്ല, നിന്നെ നീ രക്ഷിച്ചോണ്ടിരിക്കുക. ആ ഇൻസ്പെക്ടർ എങ്ങാനും നിന്റെ ഹസ്ബൻഡ് ഡെഡ് ബോഡി കണ്ടാൽ നീ കുടുങ്ങിയിരിക്കും. എന്റെ ഭർത്താവിന്റെ ഡെഡ് ബോഡിയോ? അതെ അതെ, നിന്റെ ഹസ്ബൻഡ് ഡെഡ് ബോഡിയാ. ഫോട്ടോയിൽ ഇരിക്കുന്ന ആള് തന്നെയാ അവിടെ ഡെഡ് ബോഡി ആയിട്ടുള്ളത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ എന്റെ ഭർത്താവിനെ കൊന്നുവന്നോ? നിങ്ങൾക്ക് ശരിക്കും ഭ്രാന്ത് മൂത്തോന്നോ തോന്നുന്നത്? ഭ്രാന്ത് എനിക്കോ? വാ വാ പോയി നോക്കാം വാ. വാ നോക്ക്, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടത് നീ നോക്ക്. കാണാൻ മാത്രം എന്താ ഉള്ളത്? ഇവിടെ ഡെഡ് ബോഡി ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ തന്നെ വന്ന് നോക്ക് ഇവിടെ എന്താ ഉള്ളെന്ന്. അല്ല ഇവിടെ ഇവിടെ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചതല്ലാതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാ? ഭ്രാന്തോ? എനിക്ക് ഭ്രാന്തെന്നോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടതൊക്കെ ഭ്രമയാണോ? ഭ്രമയാണോ? ഞാൻ കണ്ടതൊക്കെ? അയ്യോ നോ നോ, ഞാൻ ഭ്രമയിൽ തന്നെ എന്റെ ഭാര്യയെ കൊന്നോ? ആ ദൈവമേ, എനിക്ക് ഭ്രാന്തായോ? ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ പേരാണോ രൂപ? അതെ സർ. വർമ്മയുടെ വീട്ടിൽ നിങ്ങൾ എത്ര വർഷം ജോലിക്കുണ്ടായിരുന്നു? 4 വർഷമായി ഞാൻ അവിടെ ജോലി ചെയ്യുന്നു സർ. എന്ത് ജോലി അവിടെ ചെയ്തോണ്ടിരുന്നത്? പാചകം ചെയ്യും, തുണി അലക്കും, വീട് വൃത്തിയാക്കും. പിന്നെ മതി. ഭക്ഷണം ഉണ്ടാക്കലും വീട് വൃത്തിയാക്കലല്ലേ ചെയ്തത്? അതെ സർ. കൊല എന്തിനാ ചെയ്തേ? അയ്യോ ഇല്ല സർ,
ഞാൻ കൊന്നിട്ടില്ല സർ. ഞാൻ പറയുന്നത് സത്യാണ്. അപ്പൊ പിന്നെ ആരാ ചെയ്തേ? എന്റെ മുതലാളി കൊല്ലുന്നത് എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ സർ. കളവ് പറയാ നീ? അല്ല, ഞാൻ സത്യ പറയുന്നത് സർ. അല്ല, നീ പറയുന്നതൊക്കെ കളവാണ്. അല്ല, നിനക്ക് വർമ്മയായിട്ട് പ്രത്യേക ഒരു അടുപ്പുണ്ടായിരുന്നു. അത് കണ്ട വർമ്മയുടെ ഭാര്യ നിന്നോട് ദേഷ്യപ്പെട്ടു, നിന്നോട് വഴക്കുണ്ടാക്കി, നിന്നെ അടിക്കുകയും ചെയ്തു. ഇല്ല. ഇതൊക്കെ നിന്റെ മനസ്സിൽ വെച്ചിട്ട് നീയാണ് അവരെ കൊല ചെയ്തത്. അയ്യോ, അല്ല സർ, അങ്ങനെയൊന്നും പറയില്ല സർ. അവരെന്നെ വഴക്ക് പറഞ്ഞാലും ഞാൻ അവരെ കൊല്ലുന്നു കരുതുന്നുണ്ടോ? ഒരിക്കലില്ല സർ, ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സത്യമായിട്ടും ഞാൻ അവരെ കൊന്നിട്ടില്ല. എന്നെ വിശ്വസിക്കൂ, ഞാൻ അവരെ കൊന്നിട്ടില്ല. ഇല്ല, നിനക്ക് വർമ്മയുടെ മേലൊരു കണ്ണുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേടി നീ കൊല ചെയ്തത്? ഇല്ല സർ, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ അവരെ കൊന്നിട്ടേ ഇല്ല. കൊന്നിട്ടില്ല സർ. നീ തന്നെയാ കൊല ചെയ്തത്. ഇല്ല ഇല്ല ഇല്ല, ഞാൻ അവരെ കൊന്നിട്ടില്ല. ഓ, ഐ ആം സോറി. സോ നീ കൊല ചെയ്തിട്ടേ ഇല്ല, അങ്ങനെയാണോ? ഇല്ല സർ. കോൺസ്റ്റബിൾ, ഒന്നിങ്ങ് വന്നേ. വന്നിട്ട് ഇവരുടെ കൈക്കൊന്ന് ടിഞ്ചർ വരട്ടെ. അത് സാരില്ല സർ, ഞാൻ വീട്ടിൽ പോയി കഴുകിക്കോളാം. ശരി, ഞാൻ എപ്പോഴെല്ലാം വിളിക്കുന്നോ അന്നേരമൊക്കെ നീ വരണം. ഈ കേസ് കഴിയുന്നവരെ ഇവിടം വിട്ട് എവിടെയും പോകാൻ പാടില്ല. ഞാൻ ഒരിടത്തും പോവില്ല സർ. ശരി, നീ ഇപ്പൊ പോ. ഹലോ. ഹലോ സഹാന. ഹലോ സഹാന. എന്തു പറ്റി സർ? ഇൻസ്പെക്ടർ, നമ്മുടെ സഹാന എന്തോ പ്രോബ്ലത്തിലാണ്. ഏതൊരു അന്ത്യ ശബ്ദം കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഫോൺ കട്ടാകുകയും ചെയ്തു. ജഗദീഷ് ആണെങ്കിൽ നാട്ടിലും ഇല്ലാതാനും. എന്താ നടക്കുന്ന അറിയില്ല. നമുക്ക് പോയി നോക്കാം സർ. നിങ്ങളിപ്പോ ഇവിടുന്ന് പോവാണോ? പോയി തന്നെ പറ്റുള്ളൂ. ഇവിടെ നിന്ന് എന്ത് പ്രയോജനം? എന്റെ കൂടെ ജനിച്ചവരാരും ഇല്ലല്ലോ എനിക്ക്. സ്വന്തക്കാരന്റെ വീട്ടിലാണെങ്കിലോ പോകാനും പറ്റില്ല. അപ്പൊ പിന്നെ എങ്ങോട്ടാ പോവാൻ പോന്നെ? അറിയില്ല, എവിടെയെങ്കിലും ദൂരമായിട്ട് ഞാൻ പോയേക്കും. ഹലോ, റെയിൽവേ സ്റ്റേഷൻ എൻക്വയറി. ഹൈദരാബാദിലോട്ട് ട്രെയിൻ എത്ര മണിക്കാ? പ്ലാറ്റ്ഫോം നമ്പർ 1. ഓക്കെ, താങ്ക് യു. ഞാൻ ഒത്തിരി നേരം ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ട്രെയിനിൽ ലേറ്റാവും, ഞാൻ ഇറങ്ങുവാ. പോലീസുകാർ വന്നേക്കാ. പോയി നോക്ക്. പോയി നോക്ക്. ഓ, നിൽക്കുമോളെ, ഞാൻ നോക്കാം. ഹലോ, ജഗദീഷ് ബോംബെയിൽ എത്തിയിട്ടില്ലേ? എന്ത്, ഇന്നലെ കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നോ? അതുപോട്ടെ, നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? ഓക്കെ സാർ, പറയാം. സർ, ഇത് നിങ്ങളുടെ ഹോസ്പിറ്റൽ ഡ്രസ് അല്ലേ? അതെ സാർ, ഞാൻ തീർച്ചയായും പറയുന്നു, ആ വർമ്മ ഇവിടെ എവിടെയോ ഉണ്ട്. ധൈര്യം പോയി നോക്കാം സാർ. മിസ്റ്റർ വർമ്മ. ഇൻസ്പെക്ടർ, നോ. വരല്ലേ, ആരും അടുത്ത് വന്നാലും ഞാൻ വെടിവെക്കും. Oh my God. Idiot. രക്ഷപ്പെട്ടു.
ഹലോ. സർ, ഞാൻ സൗമ്യയാണ് സംസാരിക്കുന്നത്. സൗമ്യോ? ഓ, വർമ്മയുടെ ഭാര്യയുടെ അനിയത്തി. പറയൂ, എന്താണ് കാര്യം? സർ, എന്റെ ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, സൗമ്യ, ഹലോ ഹലോ ഹലോ. ഓ ഷിറ്റ്. എന്താ സൗമ്യ, എന്താ പറ്റിയത്? ഫോണിൽ എന്താ ഒച്ച കേട്ടത്? ഒന്നുമില്ല സർ, സംസാരിച്ചിരിക്കുമ്പോൾ പല്ലി കാലിൽ വീണു. ആ സമയത്ത് ഫോൺ കട്ടായി പോയതാ. വീണ്ടും ഞാൻ നിങ്ങൾക്ക് വിളിച്ചു നോക്കി, എന്നാൽ നിങ്ങൾ ഫോൺ എടുത്തില്ല. കണ്ടില്ലേ, നിങ്ങൾ ഫോണിൽ ഒച്ച വെച്ചുകൊണ്ട് ഞാൻ ഇമ്മീഡിയറ്റ് ആയി ഇവിടെ എത്തിയില്ലേ. ഐ ആം യുവർ കാറ്ററേക്കർ. താങ്ക് യു സർ. പക്ഷെ നിങ്ങളാണെങ്കിലോ എനക്കൊരു കോഫി വേണമെന്ന് പോലും ചോദിക്കുന്നില്ല. അയ്യോ, അതിനെന്താ സർ, ഇറ്റ്സ് മൈ പ്ലഷർ. നിങ്ങൾ അവിടെ ഇരിക്കൂ. താങ്ക് യു. സർ, കോഫി. താങ്ക് യു. നിങ്ങൾ ഉണ്ടാക്കിയ കോഫി നിങ്ങളെ പോലെ തന്നെ നല്ലതാണ്. താങ്ക് യു സർ. അല്ല, ഇരിക്കുന്നു. സാരില്ല സർ. സാരമില്ല, ഇരിക്കേ. ഓ മൈ ഗോഡ്, വള പൊട്ടിപ്പോയാലോ, രക്തം വരെ വന്നു. ഞാൻ ഡോക്ടറെ അടുത്ത് പോയാലോ? സാരില്ല സർ, ഞാൻ ഫസ്റ്റ് എയ്ഡ് ചെയ്തേക്കാം. റിയലി സോറി. ഇറ്റ്സ് ഓക്കെ സർ. ഞാനിത് പുറത്തിട്ടിട്ട് വരാം. ഐ എം റിയലി സോറി. വരൂ. നിക്ക് 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 നിക്ക്. നിക്ക്, ഓടല്ലേ. ഞാൻ പറയുന്നേക്ക്, ഓടല്ലേ. നിക്ക്. ഓടല്ലേ, പറയുന്നേക്ക്, ഞാൻ വെടിവെക്കും. നിക്ക്. റൂമിൽ ഞാൻ ഡെഡ് ബോഡി കണ്ടപ്പോ അതെന്റെ ഭ്രമയെന്ന് നീ പറഞ്ഞു. എന്നെ ഭ്രാന്തൻ പറഞ്ഞു. ആ ഭ്രാന്തനല്ല. ഇന്നലെ നിന്റെ ഭർത്താവ് ഇവിടെ വന്നത് സത്യവാ. ഞാൻ ഡെഡ് ബോഡി കണ്ടത് സത്യവാ. നീയാ നിന്റെ ഹസ്ബൻഡിനെ കൊന്നത്. നിന്നെ ഞാൻ എത്ര നല്ലവളായിട്ടാ വിചാരിച്ചേ. നീ പറഞ്ഞതൊക്കെ കേട്ട് നിന്റെ ഉള്ളിൽ എത്ര വേദന ഉണ്ടാവും ഞാൻ ആലോചിച്ചു. പക്ഷേ ഹസ്ബൻഡിനെ കൊല്ലുന്ന അളവിന് ക്രൂര മനസ്സുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾക്ക് ശരിക്കും ഭ്രാന്ത് പിടിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കൊന്നത്. ഞാൻ ഭ്രാന്തനും അല്ല, എന്റെ ഭാര്യയെ ഞാൻ കൊന്നിട്ടുമില്ല. നീ ഒന്നും സാധാരണ ആളല്ല. ഇതൊക്കെ നിന്റെ പ്ലാൻ അല്ലേ? ടി വിയിൽ എന്നെ കൊലയാളി മെന്റലുമായിട്ട് കണ്ടിട്ട് എന്റെ അടുത്ത് ഇന്നസെന്റ് ആയിട്ട് കാണിച്ച്
നീ ചെയ്ത കൊലയെ എന്റെ തല കെട്ടാൻ നോക്കണോ? എന്തൊക്കെ നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്, എന്നിട്ട് നിങ്ങൾ എന്നെ തന്നെ ബ്ലെയിം ചെയ്യാണോ? എന്നെ രക്ഷിക്കാനല്ല, നിന്നെ രക്ഷിക്കാനാ നീ നാടകം കളിച്ചോണ്ടിരിക്കുന്നെ. നിനക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ വന്നപ്പോഴോ ഇല്ല ഇൻസ്പെക്ടർ വന്നപ്പോഴോ പോയി പറഞ്ഞിരിക്കാലോ. പക്ഷെ നിന്റെ പ്ലാൻ അതല്ല. എന്നെ ഇതിൽ കൊടുക്കണം എന്നാണ് നിന്റെ ഒക്കെ ഉദ്ദേശം. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കാം. അപ്പോഴും ഞാൻ നിങ്ങളെ രക്ഷിക്കാനേ നോക്കിയിട്ടുള്ളൂ. ഇപ്പോഴും നിങ്ങളെ രക്ഷപ്പെടുത്താനും സംസാരിക്കുന്നതും. ദയവ് ഇത് ഇവിടുന്ന് നിങ്ങൾ പോണം. നിങ്ങളുടെ നല്ലതിന് വേണ്ടി ഞാൻ പറയുന്നത്. ദയവ് ഇത് ഇവിടുന്ന് പോണം. നിങ്ങള് ഞാൻ പറയുന്ന കേക്ക് പ്ലീസ്. ഇവിടുന്ന് പോവാൻ നോക്ക്. നീ പറയുന്നതൊക്കെ കേട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ അപ്പൊ നിന്റെ പ്ലാൻ സക്സസ് ആവും. അപ്പൊ നീ ചെയ്ത കൊലയെ എന്റെ തലേ കെട്ടും നീ. കള്ളി പിശാച. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഒരു പക്ഷെ ഞാൻ എന്റെ ഭർത്താവിനെ കൊന്നെങ്കിൽ അതുകൊണ്ട് എനിക്ക് എന്ത് ലാഭം ഉള്ളത്? ഞാൻ പറയുന്ന കേക്ക്. ആദ്യം നിങ്ങൾ ഇവിടുന്ന് പോവാൻ നോക്ക്. നിന്റെ ഭർത്താവിനെ കൊന്നിട്ടുണ്ട്, അത് സത്യം. നിന്റെ ഹസ്ബൻഡ് ആരാ കൊന്നിട്ടെന്നുള്ളത് പ്രൂവ് ആവുന്ന വരയ്ക്കും ഞാൻ ഇവിടുന്ന് പോകത്തില്ല. കാരണം ഒരു നിരപരാധിയുടെ മേത്ത് ഒരു കൊലയുടെ കുറ്റം വീഴാൻ പാടില്ല. അതെത്ര വേദന ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ കണ്ട ഡെഡ് ബോഡിയെ കുറിച്ച് കാര്യം എനിക്ക് അറിഞ്ഞേ ആകണം. അതുവരെയ്ക്കും ഞാൻ പോകത്തില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ ഇവിടുന്ന് പോകുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ തലയിൽ എഴുതാം. ഇപ്പൊ തന്നെ ഞാൻ പോലീസിന് ഫോൺ ചെയ്ത് നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം പറയും. നീ എന്താ പോലീസിനെ വിളിക്കുന്നത്? ഞാൻ തന്നെ ഇൻഫോം ചെയ്യും പോലീസിന്. ഞാൻ കുടുങ്ങിയാലും കുഴപ്പമില്ല. പക്ഷെ നിന്നെ പോലത്തെ ക്രൂര മനസ്സുള്ള പെണ്ണുങ്ങളെ ചുമ്മാ വിടാൻ പാടില്ല. പോലീസ് വന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. സൂക്ഷിച്ച് പോ 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 പോ. റെയിൽവേ സ്റ്റേഷനിൽ മുഴുവനും തപ്പി, പക്ഷെ അവനെ അവിടെ എങ്ങും കണ്ടില്ല. അങ്കിൾ, അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടില്ല. ഇവിടെ തന്നെ ഉള്ളത്. ഈ വീട്ടിലോ? എവിടെ? ഇവിടെ തന്നെ ഉണ്ട്. മിസ്റ്റർ വർമ്മ, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കൊന്ന കുറ്റവാളിയാണ്. പിന്നെയും തെറ്റുകൾ ചെയ്യരുത്. എന്റെ ജീവിതത്തിൽ അറിയാണ്ട് നടന്ന ഒരേ ഒരു തെറ്റ് കാരണമാണ് വീട്ടിൽ നിന്ന് ജയില്, കോർട്ട്, ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്ന ഞാൻ. നിങ്ങളൊക്കെ എന്നെ കൊലയാളിയും മെന്റൽ എന്ന് പറയുക. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്നത് ഇവിടെ ഒരു കൊല നടന്നിട്ടുണ്ടെന്ന്. എന്ത്? ഈ വീട്ടില് കൊലയോ? ഇദ്ദേഹത്തിന് ഭ്രാന്താണ്. ഭ്രാന്ത് പിടിച്ചിരിക്കുക അങ്കിൾ. ഇദ്ദേഹത്തിന് കൂടെ ചേർത്ത് ഇപ്പൊ എനിക്ക് ഭ്രാന്തായെന്ന് തോന്നുന്നു. മിസ്റ്റർ വർമ്മ, താൻ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? എനിക്ക് ഭ്രാന്തില്ല ഡോക്ടർ. നിങ്ങളൊക്കെ ചേർന്നാ എന്നെ ഭ്രാന്തനാക്കിയത്. ഓക്കെ, നിങ്ങൾക്ക് ഭ്രാന്തില്ല. ആ തോക്കിങ്ങിതാ. ഡോക്ടർ, നിങ്ങളുടെ ആശുപത്രി ഞാൻ ഇരുന്നപ്പോ നിങ്ങളെ നല്ലവനാ ഞാൻ വിചാരിച്ചേ. നിങ്ങളെ ഞാൻ വിശ്വസിക്കാം. ഒരു മിനിറ്റ് നിൽക്ക്. ആദ്യമായിട്ട് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. പറയൂ മിസ്റ്റർ വർമ്മ. ഓക്കെ, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ട ഞാൻ ഓടി ലാസ്റ്റ് ഈ വീട്ടിനകത്ത് ഞാൻ വന്നത്. അപ്പൊ ടി വിയിൽ എന്നെ കുറിച്ച് പറഞ്ഞ വിഷയം കേട്ട് അവൾ ഒത്തിരി പേടിച്ചിരുന്നു. എന്റെ കയ്യിലെ തോക്ക് വെച്ച് അവളെ പേടിപ്പിച്ചു. വീട്ടിൽ വേറെ ആരും ഇല്ലാണ്ട് തന്നെ ഇരുന്ന കാരണം അവൾ നന്നായിട്ട് പേടിച്ചു. എങ്കിലും എന്നെ പോലീസിന്റെ അടുത്ത് പറയാനായിട്ട് കുറെ ശ്രമിച്ചു. ആ സമയത്താണ് നിങ്ങളും ഇൻസ്പെക്ടർ ഇവിടെ വന്നത്. ഞാനിവിടെ ഈ സ്റ്റെപ്സിന്റെ മേത്ത ഒളിച്ചോണ്ടിരുന്നത്. നിങ്ങൾ പോയതിനു ശേഷം ഞാൻ ഒത്തിരി സന്തോഷപ്പെട്ടു. അവളും സന്തോഷപ്പെട്ടു. ഡ്രിങ്ക് ഓഫർ ചെയ്തു. ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. അവൾ എന്റെ ജീവിതത്തിനെ കുറിച്ച് ചോദിച്ചു, ഞാൻ അവളുടെ ജീവിതത്തിനെ കുറിച്ച് ചോദിച്ചു. ടെൻഷനിൽ മൊത്തം മറന്ന എനിക്ക് സംസാരിച്ച് അങ്ങനെ ഉറങ്ങി ഞാൻ. കള്ളം! ഇയാള് പറയുന്നത് കള്ളം അങ്കിൾ. ഇദ്ദേഹം എപ്പ എന്റെ വീട്ടിലേക്ക് വന്നോ അപ്പൊ തൊട്ട് എന്നെ മര്യാദയ്ക്ക് ഒന്നും ഉറങ്ങാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഒരു മിനിറ്റ് നിൽക്കുമോളെ. അയാൾ എന്താ പറയുന്നതെന്ന് കേൾക്കട്ടെ. നിങ്ങൾ പറയൂ. ഒത്തിരി കുഴപ്പത്തിൽ നിന്ന് എനിക്ക് കിടന്നുടനെ ഉറക്കം വന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. എനിക്ക് കണ്ണു തുറന്നു നോക്കുമ്പോ ഇവളില്ല അടുത്ത്. എല്ലായിടത്തും നോക്കിയിട്ട് മേളിലുള്ള ബെഡ്റൂമിൽ പോയി ഞാൻ. ആ ബെഡ്റൂമിൽ ഞാൻ കണ്ട കാര്യം എന്റെ ജീവൻ തന്നെ നിന്നുപോയി. അപ്പോ
ഇദ്ദേഹത്തിന് ഭ്രാന്ത് മൂത്തിരിക്കുക അങ്കിൾ. എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുക. നീ ഒന്ന് നിൽക്കും മോളെ. അങ്ങനെ പേടിക്കാൻ മാത്രമായിട്ട് നിങ്ങൾ എന്താ കണ്ടത്? ശവം ശവം ഡോക്ടർ, ഇവളുടെ ഹസ്ബൻഡിന്റെ ശവം. എന്ത്? ജഗദീഷിന്റെ ബോഡിയോ? ഇമ്പോസിബിൾ. ഡോക്ടർ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇതോ ഈ ഫോട്ടോയിലുണ്ടല്ലോ അയാളുടെ തന്നെ ശവം. ഇപ്പോ അവിടെ ശവം ഇല്ല. What? ഇല്ല. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ബോഡി കണ്ടെന്ന് പറയുന്നു, ഇപ്പോ അതവിടെ ഇല്ല എന്നും പറയുന്നു. കൺഫ്യൂഷൻ ആക്കുകയാണോ? ഡോക്ടർ, ഞാൻ അങ്കിൾ, ഇദ്ദേഹം എന്തിനാ ഇപ്പൊ കൺഫ്യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. ഇദ്ദേഹം സ്വന്തം ഭാര്യയെ കൊന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ടിരിക്കുക. അതെ, ഞാൻ അവള് പറഞ്ഞ പോലെ അത് ബ്രഹ്മയാന്നാ ഓർത്തോണ്ടിരുന്നേ. എപ്പോ നിങ്ങൾ ജഗദീഷ് ചെന്നൈയിൽ വന്നെന്ന് ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നോ അപ്പോഴാണ് എനിക്ക് അറിഞ്ഞത് ഇത് ബ്രഹ്മയല്ല, സത്യമാണെന്ന്. ജഗദീഷ് കൊല ചെയ്യപ്പെട്ടെന്നുള്ളത് സത്യമാണെന്ന്. കൊലയാളി ആരാന്നുള്ള സത്യം എനിക്ക് അറിയുന്നവരെ ഈ വീട് വിട്ട് ഞാൻ ഇറങ്ങില്ലെന്നൊരു തീരുമാനം എടുത്തു. എന്തിനാന്ന് വെച്ചാ ഈ കൊലക്കുറ്റവും എന്റെ തലേ തന്നെ വന്ന് വീഴും. അതിനാ. മിസ്റ്റർ വർമ്മ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ ബോഡി കണ്ട സത്യമാണെങ്കിൽ എവിടെയാണ് ആ ബോഡി? ബോഡി ഇവിടെയുണ്ട്. മിസ്സിസ് ജഗദീഷ്, ഡെഡ് ബോഡി ആരതാന്ന് കാണണ്ടേ? ജഗദീഷ്, ജഗദീഷ്, അയ്യോ, എഴുന്നേക്ക്, എഴുന്നേക്ക്, എന്നെ നോക്ക്. ഡോക്ടർ, ഈ ശവം തന്നെ ഞാൻ മേളി ബെഡ്റൂമിൽ കണ്ടേ. അതെ, നീയല്ലേ എന്റെ ഭർത്താവിനെ കൊന്നത്? ഞാനോ? കൊലപാതകി, നീയല്ലേ എന്റെ ഭർത്താവിനെ കൊന്നത്? എന്റെ ജീവിതം നശിപ്പിച്ചില്ല നീ. സാർ, ഇവനെ വിടരുത്. ഇവൻ എന്റെ ഭർത്താവിനെ കൊന്നത്. ഇല്ല സാർ, നോണ പറയുമ്പോ അവള്. നോണ പറയുന്നത് അവരല്ല, നീയാണ്. സർ, നിങ്ങൾ പെർമിഷൻ തരുവാണെങ്കിൽ ഈ കേസിനെ കുറിച്ചുള്ള സത്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. പറയൂ. സർ, ഈ വ്യക്തിയുടെ ഭ്രാന്ത് കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് നിങ്ങൾക്കറിയാം. ഈ വർമ്മ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോൾ രാത്രി നേരത്തെ ജഗദീഷിനെ കണ്ടുമുട്ടിയിട്ടുണ്ടാവാം. ഇദ്ദേഹത്തിനെ ജഗദീഷ് ടിവിയിൽ കണ്ടിട്ടുണ്ടാവാം. പോലീസിനടുത്ത് പിടിച്ചു കൊടുത്തേക്കാന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം. ജഗദീഷിനെ ഇദ്ദേഹമാണ് കൊന്നിട്ടുണ്ടാവുക. സൈലൻസ്. ഡോക്ടർ, ഇവര് പറയുന്നതിനെ പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താ? സർ, ഇൻസ്പെക്ടർ പറയുന്നത് പോലെ അതിൽ ചിലപ്പോൾ സത്യം ഉണ്ടായിരിക്കും. ഡോക്ടർ, കാരണം മിസ്റ്റർ വർമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഓടി വരുന്ന സമയത്ത് വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഇയാൾക്ക് സ്വയം മറന്ന് കൊലപാതകം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സാർ, ഇയാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലും ഇല്ല സാർ. ഈ വീട്ടിൽ ആദ്യമായിട്ട് കണ്ടത്, അതും മേളിലുള്ള ബെഡ്റൂമില് ശവമായിട്ട്. എവിടെയാ കണ്ടത്? മേളി ബെഡ്റൂമില്. ബെഡ്റൂമിലുള്ള ഡെഡ് ബോഡി പുറത്തെങ്ങനെയാ വന്നത്? അത് ബെഡ്റൂമിൽ നിങ്ങൾ ഡെഡ് ബോഡി കണ്ടു, പിന്നെ അത് കാണാതായി, റൈറ്റ്? അത് കാണാതാവുന്നതിന് മുമ്പേ ഇവിടെ എന്താ നടന്നെന്ന് ഒന്ന് പറയാമോ? അത് ഞാനും പിന്നെ ഇവളും ഓർക്കാൻ പറ്റുന്നില്ല. ഓർമ്മയില്ല. സാർ, ഓർമ്മ വന്നു.
ഞാൻ മേളി ബെഡ്റൂമിൽ ശവം കണ്ടിട്ട് പേടിച്ചു പോയി മിസ്സസ് ജഗദീഷിന്റെ അടുത്ത് അത് പറയാനായിട്ട് താഴെ വന്നു. അപ്പോ കോളിംഗ് ബെൽ റിംഗ് ആയി. ഞാൻ ഓടിപ്പോയി ആ ബെഡ്റൂമിൽ പോയി വിളിച്ചു. ആ ഹോൾ വഴി ഞാൻ കണ്ടതാ ആരോ ഒരു മനുഷ്യൻ ഉള്ളി വന്നത്. മിസ്സസ് ജഗദീഷും ആ ആളും ഏതെന്തോ സംസാരിച്ചോണ്ട് എല്ലാം തേടിക്കൊണ്ട് ദേ ബെഡ്റൂമിലോട്ടാ വന്നത്. അപ്പോ മിസ് ജഗദീഷ് ആ വാതിക്ക് തന്നെ വന്ന് നിന്നു. എനിക്ക് സമയം വേറെ കൊള്ളില്ല സാർ. ആ സമയത്ത് ട്രെയിൻ ശബ്ദം കേട്ട് എനിക്കൊന്നും കേട്ടില്ല സാർ. അവര് പറഞ്ഞതൊന്നും കേട്ടില്ല. ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാ മിസ്സസ് ജഗദീഷ് എന്നെ രക്ഷിക്കാൻ വേണ്ടി ആ വാതിക്ക വന്ന് നിന്നെന്ന്. പക്ഷെ ഇല്ല സാർ, അവളെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാ വാതിക്കല് വന്ന് നിന്നത്. അതെ സാർ, അവളെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാ. അത് കഴിഞ്ഞ് കമോൺ. അത് കഴിഞ്ഞ് മിസ് ജഗദീഷ് വന്ന് കഥ തുറന്നു. അയാൾ ഇവിടെ ഇല്ലായിരുന്നു, അയാൾ കാണാണ്ട് പോയി. ഞാൻ മിസ് ജഗദീഷിനെ വിളിച്ചോണ്ട് മേളി ബെഡ്റൂമിൽ പോയി. അവിടെ ശവം ഇല്ല. നിങ്ങൾ ബോഡി കണ്ടത് ഏത് ബെഡ്റൂമിലാ? സാർ, ഫസ്റ്റ് ഫ്ലോർ മേളിലത്തെ ബെഡ്റൂമിലാ സാർ, കട്ടിലിന്റെ താഴെയായിട്ട്. ഐ സി. നോ, നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിൽക്ക്. മിസ്റ്റർ വർമ്മ, ഏതോ ഒരാള് വീട്ടിൽ വന്നെന്ന് പറഞ്ഞില്ലേ? അവരാരാണെന്ന് നിങ്ങൾക്കറിയോ? അറിയാം സാർ, അവരാരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സാർ. ഇപ്പൊ അവരെവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. എവിടെയാണുള്ളത്? ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെയോ? അതെ. ആര്? ഇയാളാ സാർ. നോണയാണ് സാർ, നോണ. സാർ, ഒരുപക്ഷെ ഞാനിവിടെ വരുവാണെങ്കിലും അതും ഡോക്ടറിനോടൊപ്പമായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, മിസ്റ്റർ ജഗദീഷിനെ എനിക്ക് അറിയുക പോലുമില്ല. അങ്ങനെയുള്ളപ്പോ ഞാൻ എങ്ങനെ സാർ ഇവിടെ ഒറ്റയ്ക്ക് വരിക? നിങ്ങൾ തന്നെ പറയും. മേഡം, ഇൻസ്പെക്ടർ മഹേഷ് പറയുന്നത് സത്യം തന്നെയാണോ? അതെ സർ, ഞാൻ ഇദ്ദേഹത്തെ എന്റെ ഡോക്ടറിന്റെ കൂടെയാണ് കണ്ടിട്ടുള്ളത്. സാർ, ഞാൻ പറയുന്ന സാർ സത്യം. ഇൻസ്പെക്ടർ അപ്പൊ ഇവിടെ തന്നെയാ വന്നത്. അയാളാ ഇപ്പൊ നുണ പറയുന്നത്. സാർ, കുറ്റവാളി രക്ഷപ്പെടാൻ വേണ്ടി എത്ര നുണ വേണമെങ്കിലും പറയാം സാർ. പക്ഷേ മരിച്ചുപോയ ജഗദീഷിന്റെ സാക്ഷി നുണ പറയാൻ ചാൻസേ ഇല്ല. ഒരു മിനിറ്റ് സാർ. മിസ്റ്റർ മഹേഷ്, കുറ്റവാളിയാണെന്ന് തെളിയുന്നത് വരെ ആരും കുറ്റവാളിയല്ല. ഐ എം സോറി സാർ. ഇത് നോക്കൂ സാർ, വർമ്മേനെ അഡ്മിറ്റ് ചെയ്ത് മെന്റൽ ഹോസ്പിറ്റലിന്റെ തുണിയാണിത്. സാർ, മരിച്ചുപോയ ഇദ്ദേഹത്തിന്റെ കയ്യില് കൊലപ്പെടുത്തിയവന്റെ ഷർട്ടിന്റെ ഭാഗം എങ്ങനെ സാർ വരിക? നിങ്ങൾ തന്നെ പറയേ. ഡോക്ടർ, ഇത് അതെ സർ, ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ പേഷ്യന്റിന്റെ യൂണിഫോമാണ്. സർ, മോസ്റ്റ്ലി വർമ്മ ജഗദീഷിനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ജഗദീഷും വർമ്മയും കൂടി ഒരുപാട് വഴക്ക് കൂടിയിട്ടുണ്ടാവും. ആ പ്രശ്നത്തില് ജഗദീഷിന്റെ കയ്യിൽ വർമ്മയുടെ തുണി കിട്ടിയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. അങ്ങനെയാണോ? മിസ്സിസ് ജഗദീഷ്, നിങ്ങളുടെ ഹസ്ബൻഡിനെ അവസാനമായിട്ട് കണ്ടത് എപ്പോഴാ? കഴിഞ്ഞ ആഴ്ചയാണ് സർ, അദ്ദേഹം ബോംബെയിലേക്ക് പോകുന്നതിന് മുമ്പ്. അതിനുശേഷം നിങ്ങൾ അവരെ കണ്ടിട്ടേ ഇല്ല? ഇല്ല സർ. ആർ യു ഷുവർ? യെസ് സർ. ഈ ബോർഡിംഗ് പാസ് നിങ്ങളുടെ ബെഡ്റൂമിൽ നിന്നാണ് കിട്ടിയത്. ബോംബെ ടു ചെന്നൈ. ആരെ പേരിലാണെന്ന് നോക്കി. മിസ്റ്റർ ജഗദീഷ്, ഐ മീൻ യുവർ ഹസ്ബൻഡ്. ഇത് നോക്കിയാൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഇന്നലെ 6 മണിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. സർ, ഈ ബോർഡിംഗ് പാസ് ബെഡ്റൂമിൽ എങ്ങനെയാണ് വന്നത്? അത് ഇതുപോലെയും ഉണ്ടാവല്ലോ സർ. വർമ്മ ജഗദീഷിനെ കൊലപ്പെടുത്തിയിട്ട് ആ ബോഡി ബെഡ്റൂമിൽ കൊണ്ടുവന്നിടുമ്പോൾ
ജഗദീഷിന്റെ കോട്ടിന്റെ പാക്കറ്റിൽ നിന്ന് ഈ ബോഡി പാസ് വീണിട്ടുണ്ടാവല്ലോ സാർ ഇയാൾ പറയുന്ന നുണയാ. ഞാൻ ഒരു കൊലയും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കണം സാർ. ഈ കൊല ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ എന്തിനാ സാർ ഞാൻ ഇരിക്കുന്നത്? പറയണം സാർ. ജഗദീഷിനെ കൊന്നത് ആരാന്ന് അറിയേണ്ടവരിക്കും ഞാൻ ആ വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് ഓർത്തത് സാർ. പ്ലീസ്. നിങ്ങളാണ് പ്ലാൻ ചെയ്തത്. യു ഹാവ് ഡൺ. അയ്യോ അയ്യോ അയ്യോ. നിങ്ങളുടെ ഭ്രാന്ത് മൂലം ഇവരെ കൊല ചെയ്തിരിക്കും. അയ്യോ. അതിനുശേഷം ഭയം കാരണം പുറത്തേക്ക് പോകാൻ പറ്റാതെ ഡെഡ് ബോഡി ഈ വീട്ടിൽ തന്നെ കൊണ്ടിട്ടു. ഇവിടെ എത്രയോ വീടുകളുണ്ട്, അവിടെയൊന്നും കൊണ്ടിടാതെ ഇവിടെ തന്നെ എന്താ കൊണ്ടിട്ടെ? അതുകൂടാതെ ഡെഡ് ബോഡി എടുത്ത് ബെഡ്റൂമിലും കൊണ്ടിട്ടു. ദ ഹോൾ തിങ് ഈസ് പ്രീ പ്ലാൻഡ്. സാർ ഇല്ല സാർ, ഞാൻ ഒരു പ്ലാനും ചെയ്തിട്ടില്ല സാർ. ഞാൻ ഒരു കൊലയും ചെയ്തിട്ടില്ല സാർ. ആരോടാ സംസാരിക്കുന്ന അറിയോ? നിങ്ങളുടെ കേസ് ഞാൻ തുടങ്ങിയപ്പോ തൊട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊന്നത്, അതേപോലെ നിങ്ങൾ ജഗദീഷിനെ കൊന്നിരിക്കുക. എൻ്റെ അടുത്തുള്ള എല്ലാ സാക്ഷികളും നിങ്ങൾക്കെതിരാണ്. സോ ഇയാളെ കൊല ചെയ്ത കാരണം നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോവാ. സാർ സാർ വിശ്വസിക്കണം സാർ. ഞാൻ പറയുന്നത് വിശ്വസിക്കണം സാർ. ഞാൻ ഒരു കൊലയും ചെയ്തിട്ടില്ല സാർ. ഞാൻ പറയുന്നത് വിശ്വസിക്കണം സാർ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ സാർ. പ്ലീസ് സാർ, പ്ലീസ് സാർ, പ്ലീസ് സാർ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ പ്ലീസ്. പ്ലീസ് ബിലീവ് മീ സാർ. പ്ലീസ് പ്ലീസ്. ഞാൻ കൊല ചെയ്തിട്ടില്ല സാർ. പ്ലീസ് പ്ലീസ് സാർ, പ്ലീസ്. സർ, ഇത് വർമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണാണ്. ഓഫീസർ, ഇയാളൊരു വ്യത്യസ്തനായ മനുഷ്യനാണ് സർ. ഭ്രാന്ത് കാരണം കൊന്നതാണ്. ഡോക്ടർ സ്വയം തിരിച്ചറിഞ്ഞപ്പോ കൊലക്കുറ്റം തന്റെ മേൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ നാടകം കളിക്കുകയാണ്. സാർ 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 നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോടതിയിൽ പറയൂ. സാർ സാർ കോർട്ടിൽ പറയുന്നതിന് ഇപ്പം കാലം പോയേക്കും സാർ. ഇവിടെ തന്നെ ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ ഒന്ന് കേട്ടേരെ പ്ലീസ്. ഈ ഇൻസ്പെക്ടറിന്റെ അടുത്ത് സംസാരിക്കാൻ ഒരു ചാൻസ് തരണം സാർ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഡോക്ടർ ഡോക്ടർ ഒന്ന് പറയണം ഡോക്ടർ. പ്ലീസ് പ്ലീസ് ഒരു പ്ലീസ് ചാൻസ് പ്ലീസ് സാർ. ഇയാൾ എന്താ സംസാരിക്കുന്ന അറിയാലോ. ശരി, സംസാരിക്കും. ഈ വീട്ടിലോട്ട് തന്നെ നിങ്ങൾ വന്നിട്ടില്ലെന്ന് സത്യമായിട്ടും പറയുമല്ലേ? വർമ്മ, ഞാൻ സത്യമായിട്ട് പറയുകയാണ്, ഞാൻ ഈ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് വന്നിട്ട് പോലുമില്ല. നിങ്ങളത് മറന്നെന്നോർത്തു. ഞാൻ ഓർമ്മപ്പെടുത്തി തരാം. നിങ്ങൾ ഈ വീട്ടിലോട്ട് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആദ്യം ഈ ഡോക്ടറുടെ കൂടെ, പിന്നെ നിങ്ങൾ തന്നെയാ വന്നിട്ടുള്ളത്. ഇതെല്ലാം നിങ്ങളുടെ ഭ്രമയാണ്. ഇതെന്റെ ഭ്രമയോ അല്ല, ഞാൻ പറയുന്ന നുണയോ അല്ല. 2ാമത് പ്രാവശ്യം നിങ്ങൾ ഈ വീട്ടിൽ വരുമ്പോ ഇവിടെ നിന്ന് സിഗരറ്റ് വലിച്ചോണ്ടിരുന്നു. നിങ്ങൾ മിസ്സസ് ജഗദീഷിന്റെ അടുത്ത് നിങ്ങൾ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ മണ്ടത്തരമാണ്. അതെ, നിങ്ങൾക്ക് ഭ്രാന്ത് കൂടിപ്പോയി. അതെ, എനിക്ക് പ്രാന്തല്ലോ, അത് കാരണം ഞാൻ ഇവിടെ വന്നേക്കുന്നത്. നിങ്ങൾക്ക് പ്രാന്തില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ വന്നേ? മിസ്റ്റർ വർമ്മ, നിങ്ങൾ സമയം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം സോറി ഓഫീസർ. ഓഫീസർ, ഒരു മനുഷ്യന് ഒരു വഴിയും കിട്ടാത്തപ്പോ ആ ദൈവത്തിന്റെ അടുത്തോണ്ട് പോണേ. ഇപ്പൊ ആ ദൈവത്തിന്റെ പേരും പറഞ്ഞോണ്ട് ഈ 2 കൈയും വെച്ചോണ്ട് ഇയാളുടെ പോക്കറ്റിനുള്ളിൽ ഞാൻ കൈ വിടുവാ. വർമ്മ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? സാർ, ദാ ലൈറ്റർ. ഇതിലെന്താ ഇത്ര കാര്യം? ഇത് പലരിടത്തുള്ളതല്ലേ, ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാമല്ലോ. ആ സർ, ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ലൈറ്റർ എന്റേതാണ്. നോണ പറയുവാ നിങ്ങള്. ആ ലൈറ്റർ എന്റേതാ. രാത്രി 12 മണിക്ക് നിങ്ങൾ ഇവിടെ വന്നത് ഇതേ ലൈറ്ററും കൊണ്ടാ സിഗരറ്റും കത്തിച്ച് നിങ്ങൾ വലിച്ച. അതേ ലൈറ്റർ നിങ്ങൾ പോക്കറ്റിൽ എടുത്തിട്ടു. അതിനാ ഞാൻ അപ്പോഴേ പറഞ്ഞേ ഇത് ദൈവത്തിന്റെ സാക്ഷിയാണ്. മിസ്റ്റർ വർമ്മ, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇത് നിങ്ങളുടേതാണെന്ന്? സാർ, ഇത് എന്റെ സിസ്റ്റർ ഇൻ ലോ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. മിസ്റ്റർ കുമാർ. യെസ് സർ. സൗമ്യയെ കൂട്ടിയിട്ട് വരൂ. ശരി സാർ. ഹലോ, സൗമ്യയാണോ? ആ ഞാൻ ഇൻസ്പെക്ടർ കുമാറാണ്. പറയൂ സർ. നിങ്ങളുടെ ചേട്ടനെ കിട്ടി. എന്താന്ന്? എന്റെ ചേട്ടനെ കിട്ടിയെന്നോ? ഞാൻ പറഞ്ഞ സ്ഥലം വരെ വരാൻ പറ്റും. ശരി സർ. ജഗദീഷ് ഹൗസ് നമ്പർ 14, 5th ക്രോസ്, 10th മെയിൻ, RPC ലേഔട്ട്, അങ്കമാലി. ശരി സർ, ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. താങ്ക് യു സർ. സൗമ്യ, സർ, എന്റെ ചേട്ടൻ വളരെ നല്ലവനാ. എന്റെ ചേട്ടനല്ല ചേച്ചിയെ കൊന്നത്. ദയവ് ചെയ്ത് ഇവരെ വിട്ടേക്ക് സർ. നിങ്ങളുടെ ചേച്ചിയുടെ കൊലപാതകം അവിടെ ഇരിക്കട്ടെ. ഇവിടെ വേറൊരു കൊല നടന്നിട്ടുണ്ട്. ഈ കൊലയും ചെയ്തത് മിസ്റ്റർ വർമ്മയാണെന്ന് സംശയമുണ്ട്. ഇല്ല സൗമ്യ, ഞാനല്ല. സംശയം സത്യമാണോ കളവാണോ എന്ന് ഈ ലൈറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ലൈറ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ? ഇത് ഞാനാ എന്റെ ചേട്ടന് ഗിഫ്റ്റായി കൊടുത്തത്. അത് ഇതാണെന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിച്ചു പറയുന്നേ? അതിൽ എന്റെ പേരുണ്ട് സർ. നിങ്ങളുടെ പേരോ? ആ
ഇതിൽ എസ് എന്ന് മാത്രമല്ലേ ഉള്ളൂ. എസ് ഫോർ സൗമ്യ. നോ സർ, യെസ് ഫോർ സഹാന. സഹാന എനിക്ക് ഗിഫ്റ്റായി കൊടുത്തതാണ്. അങ്ങനെയാണോ മിസ്സസ് സഹന? അതെ സർ, ഞാനാ പ്രസന്റ് ചെയ്തത്. ആണോ? കടയിൽ മേടിച്ചെന്ന് പറഞ്ഞു നിങ്ങള്? മിസ്റ്റർ വർമ്മ, ജസ്റ്റ് മിനിറ്റ്. മിസ്റ്റർ മഹേഷ്, നിങ്ങൾ മറന്നുപോയെന്ന് തോന്നുന്നു. സഹനയെ നിങ്ങൾക്ക് അറിയില്ലെന്നല്ലേ പറഞ്ഞത്? അറിഞ്ഞേ കൂടെങ്കിൽ പിന്നെ ഈ പ്രണയം, സ്നേഹം, ഗിഫ്റ്റ് ഇതൊക്കെ എങ്ങനെയാ നടക്കുന്നത്? സർ, നിങ്ങൾ എന്താ പറയാൻ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സർ. മനസ്സിലാക്കി തരാം. ലെറ്റ് മീ ടെൽ യു. മിസ്റ്റർ വർമ്മ വീട്ടിൽ നടന്ന കൊലപാതകം കണ്ടിന്യൂ ആയി കാലം കടന്ന് ഇവിടം വരെ വന്നു. പക്ഷേ ഇതിലൊന്നു മാത്രം ഞാൻ നന്നായി മനസ്സിലാക്കി. ആ കൊലപാതകം വേണമെന്ന് വെച്ച് ചെയ്തത്. നിങ്ങൾക്കിടയിൽ ഒരു കള്ളപ്രണയമുള്ളതാണ് ഈ കൊലക്കുള്ള കാരണം. ഓഫീസർ, Shut up! നിങ്ങൾക്ക് രണ്ടുപേർക്കും ബന്ധമുള്ള കാര്യം ജഗദീഷിന് മനസ്സിലായി. അതുകൊണ്ടാണ് അയാൾ ഇന്നലെ വൈകുന്നേരം ബോംബെയിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വന്നത്. നിങ്ങളെ ഒരുമിച്ച് അയാൾ ബെഡ്റൂമിൽ കണ്ടിട്ടുണ്ട്. ചിലപ്പം വഴക്കുണ്ടായിട്ടുണ്ടാവാം, കയ്യാങ്കളിയായിട്ടുണ്ടാവാം. നിങ്ങളുടെ രഹസ്യം എല്ലാവർക്കും മനസ്സിലാവുന്നുള്ള ഭയത്തിൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അയാളെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടുണ്ടാവും. ഇല്ല, ഇത് നിങ്ങളുടെ തോന്നലാണ്, കെട്ടുകഥയാണ്. Don't shout at me. ഇതൊന്നും കെട്ടുകഥയല്ല മിസ്റ്റർ മഹേഷ്, ഇതാണ് സത്യം. സർ, സാധാരണ ഈ ലൈറ്റർ വെച്ച് എന്നെ കുറ്റവാളി എന്ന് പറയുന്നില്ല സർ. മരിച്ചുപോയതിന്റെ കയ്യിലുള്ള സാക്ഷി, അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ ഭയങ്കര ബുദ്ധിശാലിയാണ്. കുട്ടികൾക്ക് എന്ത് കൊടുത്താലും അവരത് വേണ്ടെന്ന് പറയില്ല. പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റിപ്പോയി. പോക്കറ്റിന്റെ തുണി തിരിച്ചാ വെച്ചത്. നുണയാണ്. നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാൻ പോകുന്നില്ല. ഒരു കാര്യം വെച്ചാൽ ഞാൻ സമ്മതിക്കില്ല. സമ്മതിച്ചേ പറ്റൂ. രാത്രി ഒരു 12 മണിക്ക് ഞാൻ നിങ്ങളെ റോഡിൽ കണ്ടതാ. അപ്പം നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു. ലെറ്റ് മീ റീഡ്. ഹീ ഈസ് സ്ലീപ്പിംഗ്, കം സൂൺ. എന്താ പറഞ്ഞേ? അയാൾ ഉറങ്ങി, വേഗം വാന്ന്. എന്തിന്? ബോഡി എടുത്ത് പുറത്ത് കളയാൻ. നിങ്ങൾക്ക് മെസ്സേജ് വന്നില്ലേ? ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാം. സർ, മിസ്സസ് ജഗദീഷ്, ഈ ഫോൺ നിങ്ങളുടേതല്ലേ? അതെ അതെ. മിസ്റ്റർ മഹേഷ്, ഇതിനേക്കാളും വലിയൊരു സാക്ഷി വേണോ? മര്യാദക്ക് സറണ്ടർ ആവും. നോ ഓഫീസർ, നോ ഓഫീസർ. ഈ മഹേഷിനെ പിടികൂടുന്നത് അത്രയും എളുപ്പമുള്ള കാര്യമല്ല. എന്റെ വഴിയിൽ ക്രോസ് ചെയ്താല് നിങ്ങളെല്ലാവരും ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് പോയേക്കും. വഴിവിടാൻ. നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ പറയുന്ന കേട്ട് സ്വത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ വരെ ഞാൻ കൊന്നു. എന്താ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ എന്നെ ഷൂട്ട് ചെയ്യ, എന്നെ ഷൂട്ട്. വഴിവിട്, വഴിവിട്. മിസ്റ്റർ മഹേഷ്, യു ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക്. ഡോണ്ട് ഗോ മാൻ. മാറ്. ഓ, ആരും അനങ്ങി പോരുത്. ഷൂട്ട് ചെയ്തേക്ക് ഞാൻ. അനങ്ങി പോരുത്. Hands up. നിയമം സംരക്ഷിക്കേണ്ട പോലീസ് ഓഫീസർ തന്നെ കുറ്റം ചെയ്തതുകൊണ്ട് അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയേ പറ്റൂ. ഇത് മറ്റുള്ളവർക്കൊരു പാഠമാവട്ടെ. അറസ്റ്റ് ഹിം. മിസ്റ്റർ വർമ്മ, സാർ, ഐ ആം റിയലി സോറി. ഒരു മനുഷ്യൻ എത്ര ബുദ്ധിശാലിയാണെങ്കിലും എത്ര നല്ലവനാണെങ്കിലും ഒരു സമയം വിധിക്കനുസരിച്ച് നടക്കേണ്ടതായി വരും. നിങ്ങളുടെ ഭാര്യ കൊല ചെയ്യപ്പെട്ടപ്പോ നിങ്ങൾ വീട്ടിലില്ല. അതെ അതെ സർ. പക്ഷേ രണ്ടാമത്തെ കൊല നിങ്ങൾ ഈ വീട്ടിൽ വരുന്നതിന് മുമ്പേ നടന്നിട്ടുണ്ട് സർ. ഇതാണ് വിധി എന്ന് പറയുന്നത്. സർ, നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ എന്റെ ചേട്ടൻ ഒരു പാവാണെന്ന്? സർ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവിടെ നടന്ന കൊലപാതകം എന്റെ ചേട്ടന്റെ പേരിൽ എങ്ങനെ വന്നോ അതേപോലെ എന്റെ ചേച്ചിയുടെ കൊലപാതകവും വെറുതെ ആരോപിച്ചിരിക്കുകയാണ്. അവർ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല സർ, വളരെ നല്ലവരാ. എക്സാക്ട്ലി, ഐ നോ. നിങ്ങളുടെ ചേട്ടൻ വളരെ നല്ലവനാണെന്നും അറിയാം. അവര് നിങ്ങളുടെ ചേച്ചിയെ കൊന്നിട്ടില്ലെന്നും അറിയാം. അതെന്തെന്ന് വെച്ചാലേ, ആ കൊല ചെയ്തത് നീയാണ്.
സർ എന്താ പറയുന്നത് സർ? യെസ് മിസ്റ്റർ വർമ്മ, നിങ്ങളുടെ ഭാര്യ എങ്ങനെ കൊല ചെയ്യപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഐ കാൺട്ട് ബിലീവ് ദിസ് ഓഫീസർ. ഇവർ രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണ്. അവരുടെ മേത്ത് അവർക്ക് ജീവനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ സൗമ്യ എന്റെ ഭാര്യയെ കൊന്നത് സാധ്യമേ അല്ല സർ. മിസ്റ്റർ വർമ്മ, ഇപ്പോഴും നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ഈ കൊലക്കുള്ള കാരണം ഇവക്ക് നിങ്ങളോടുള്ള ഇഷ്ടമാണ്. സൗമ്യക്ക് എന്റെ യെസ് മിസ്റ്റർ വർമ്മ, അവളുടെ മൊബൈലിലുള്ള നിങ്ങളുടെ ഫോട്ടോസ് ഇവള് നിങ്ങൾക്ക് തന്ന ലൈറ്റർ, പിന്നെയുള്ള വാർത്തകൾ, ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഇവർ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഇതിനെല്ലാത്തിനും കാരണമായ നിങ്ങളുടെ വൈഫിനെ അവരെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് എത്താമെന്നതാ ഈ കൊലക്കുള്ള പ്രധാന കാരണം. ഇല്ല ഓഫീസർ, ഞാൻ എന്റെ ചേച്ചീനെ കൊന്നോ? ഇല്ല സർ, എന്റെ ചേച്ചിയെ കൊല്ലാൻ മാത്രം ക്രൂരയല്ല ഞാൻ. മാത്രമല്ല എന്റെ ചേച്ചിയുടെ കൊല നടക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ല സർ. മിസ് സൗമ്യ, എന്റെ അടുത്ത് എവിഡൻസ് ഇല്ലാണ്ട് ഞാൻ ഒന്നും പറയാറില്ല. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ നിങ്ങളുടെ വള പൊട്ടിയിട്ട് കയ്യിൽ നിന്ന് രക്തം വന്നില്ലേ? ആ ബ്ലഡ് സാമ്പിൾസും ഡെഡ് ബോഡിയുടെ നഖത്തിലുള്ള ബ്ലഡ് സാമ്പിൾസും രണ്ടും ടെസ്റ്റ് ചെയ്തപ്പോ അത് രണ്ടും ഒരാളുടേതാണെന്ന് മനസ്സിലായി. അത് നിങ്ങളുടേത്. എന്താ ഇനിയും സാക്ഷി വേണോ? ഇതെന്താന്നറിയോ? ഇവള് കൊല ചെയ്യുന്ന സമയത്തുണ്ടായ മുറിവ്. സോറി മിസ്റ്റർ വർമ്മ, ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ദയവേത് ക്ഷമിക്കും. ഇവിടെ ആരും ആരെയും ക്ഷമിക്കേണ്ട ആവശ്യമില്ല ഡോക്ടർ. എല്ലാം ദൈവത്തിന്റെ കളിയാ. കോൺസ്റ്റബിൾസ്, ഇവള് എന്നെ കല്യാണം കഴിക്കാനായിട്ട് എന്റെ ഭാര്യയെ കൊന്നു. ഞാൻ കുടുങ്ങി. അതിന്ന് എസ്കേപ്പായി ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നടന്ന കൊലയെ എന്റെ തലയിലോട്ട് വെക്കാൻ നോക്കി. സത്യവാ, ഇനി ഒരു കുറ്റവും എന്റെ മേളിലില്ല. ആശ്വാസമായി. എല്ലാ പുരുഷന്മാരുടെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാകുമെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇവിടെ ഒരു പുരുഷന്റെ പരാജയവും അതുപോലെ പുരുഷന്റെ മരണവും, ഇതിന്റെ രണ്ടിന് പിന്നിലും ഒരു സ്ത്രീയാണുള്ളത്. എല്ലാ സ്ത്രീകളും നല്ലവരല്ല, അതുപോലെ എല്ലാ പുരുഷന്മാരും മോശവുമല്ല. നല്ല ആൾക്കാരെ മോശക്കാരാണെന്ന് ഈ സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ആ ദൈവം നല്ലവരെ എന്നും സംരക്ഷിക്കും. ഒരുപക്ഷെ നിയമപ്രകാരം അവൻ കുറ്റവാളിയായിരിക്കാം, പക്ഷെ ദൈവത്തിന് മുന്നിൽ അവൻ നിരപരാധിയായിരിക്കും.